Hi dear students, welcome to CUET model exam discussion. അപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് യൂണിറ്റ് 1 and 2. ആ യൂണിറ്റ് 1 and 2ൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റീപ്രൊഡക്ഷൻ ഓർഗാനിസം, അത് കഴിഞ്ഞിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അതായത് റീപ്രൊഡക്ഷൻ ഓർഗാനിസം, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്, ജനറ്റിക്സ് 1 and 2. ഇത്രയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് സ്വാഗതം. വെൽക്കം ടു CUET മോഡൽ എക്സാമിനേഷൻ. നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ആദ്യത്തെ ചോദ്യം ഞാനിവിടെ ഡിസ്പ്ലേ. മാച്ച് ദ ഫോളോയിങ് സ്യൂട്ടബിളി: ഐസ്, അഗേവ്, റൈസോം, വാട്ടർ ഹയസിന്ത്, ബൾബിൽ, ബ്രയോഫില്ലം, ലീഫ് ബഡ്, പൊട്ടറ്റോ, ഓഫ്സെറ്റ്, ജിഞ്ചർ. ഇതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് നമ്മൾ പറയുമ്പോൾ ഇത് വരുന്നത് ഏത് പേജിലാണെന്ന് ഞാൻ പറയാം. നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, അടുത്ത് NCERT ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു വെച്ചോളൂ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇൻ ആൻജിയോസ്പേംസ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇൻ ആൻജിയോസ്പേംസ്, NCERT പേജ് 7, 7ാമത്തെ പേജ് എടുത്ത് നോക്കുക, NCERT. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഐസ് ഉള്ളത് പൊട്ടറ്റോയ്ക്കാണ്. ഓക്കെ. രണ്ടാമത്തേത് റൈസോം. റൈസോം എന്ന് പറയുന്നത് ജിഞ്ചറിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റീവ് ഓർഗനാണ്, റൈസോം. ഓക്കെ. അടുത്ത ബൾബിൽ. ബൾബിലുള്ളത് അഗേവ് എന്ന് പറഞ്ഞ പ്ലാന്റിലാണ്, അഗേവ്. അടുത്ത ലീഫ്, ബൾബിൽ മാറിപ്പോയി, ബൾബിൽ അഗേവിലാണ്. അടുത്ത ലീഫ് ബഡ്സ്. ലീഫ് ബഡ്സ് വരുന്നത് ബ്രയോഫില്ലത്തിലാണ്. ലീഫ് ബഡ് ചെയ്തിട്ടാണ് ബ്രയോഫില്ലത്തിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുക. ഓഫ്സെറ്റ് വാട്ടർ ഹയാസിന്തിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റീവ് പാർട്ടാണ്, വാട്ടർ ഹയാസിന്ത്. നമുക്ക് നോക്കാം. ഐ ഓഫ് പൊട്ടറ്റോ 4, അപ്പോൾ A4 വന്നു. B5 വന്നു. അപ്പോൾ എത്ര ഓപ്ഷൻ ഉണ്ട്? 2 ഓപ്ഷൻ ഉണ്ട്, A4 B5. ബൾബിൽ 1, അപ്പോൾ A4 B5 C1. അപ്പോൾ ഏകദേശം ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇനി D3 ശരിയാണോ നോക്കി, D3. അടുത്തത് E2 കറക്റ്റാണ്. സോ ഹിയർ ആൻസർ ഷുഡ് ബി 4th ഓപ്ഷൻ. 4ാമത്തെ ഓപ്ഷൻ ആയിരിക്കും ആൻസറായിട്ട് വരുന്നത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് NCERT ടെക്സ്റ്റ് ബുക്കിലെ പേജ് 7 ആണ്, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലെ ആൻജിയോസ്പേംസിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അത് കംപ്ലീറ്റ് വായിക്കണം. അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: കൊണീഡിയ ആർ ദി അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഓർ സ്ട്രക്ചേഴ്സ് ഇൻ അമീബ, ക്ലാമിഡോമോണസ്, സ്പോഞ്ച്, പെനിസീലിയം. ഇത്രയാണ് തന്നിരിക്കുന്നത്. കൊണീഡിയ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. കൊണീഡിയ ഈസ് എ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഓർ സ്ട്രക്ചേഴ്സ് ഇൻ ഫഞ്ചൈ. ഫംഗസിൽ മാത്രമേ അതുള്ളൂ. ഇവിടെ ഒരു ഫംഗസ് തന്നിട്ടുണ്ട്. സ്പോഞ്ച് ഫംഗസ് അല്ല, ക്ലാമിഡോമോണസ് ഫംഗസ് അല്ല, അമീബ ഫംഗസ് അല്ല. ഇതിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 7 എടുക്കുക. പേജ് നമ്പർ 7, മുമ്പത്തെ പറഞ്ഞ പേജ് നമ്പർ 7. ഞാനിവിടെ പേജ് 7 എടുത്ത് നോക്കാം, NCERT പേജ് 7. അപ്പോൾ ഇതെടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സ്പോഞ്ചിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ബഡാണ്. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ബഡിൻ്റെ പേര് ജമ്മ്യൂൾ എന്നാണ്, ജമ്മ്യൂൾസ്. ആ പേജ് ഒന്ന് എടുത്ത് നോക്കിയേ. ക്ലാമിഡോമോണസിൻ്റെ കേസിൽ സൂസ്പോർ എന്ന് പറഞ്ഞ സ്പോർസ് ആണ്, അസെക്ഷൽ സ്പോറാണ്. അമീബ ബൈനറി ഫിഷൻ, അമീബയുടെ കേസിൽ ബൈനറി ഫിഷൻ, രണ്ടായിട്ട് അത് വിഭജിക്കും, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ക്ലാമിഡോമോണസ് സൂസ്പോർ ആണ്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ആൻഡ് സ്പോഞ്ച് ജമ്മ്യൂളാണ്. ഇതൊരു ഫംഗസ് ആണ്, പെനിസീലിയം. ഇറ്റ് ബിലോങ്സ് ടു ദി ഗ്രൂപ്പ് ആസ്കോമൈസെറ്റ്. ആസ്കോമൈസെറ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വരുന്ന ആളാണ് ആസ്കോമൈസെറ്റെ. അതിൽ വരുന്ന ആളാണ് പെനിസീലിയം. അയാളുടെ എസെക്ഷൽ സ്പോറിൻ്റെ പേര് കൊണീഡിയ എന്നാണ്, കൊണീഡിയ. അപ്പോൾ ഇവിടെ ആൻസർ, റൈറ്റ് ആൻസർ 4 ആയിരിക്കും. 4th വൺ ഈസ് എ റൈറ്റ് ആൻസർ. അപ്പോൾ മക്കൾ പേജ് നമ്പർ 7 എടുത്തിട്ട് ഈ പറഞ്ഞ എല്ലാ ഡാറ്റാസും പഠിക്കണം. ഓക്കെ. അപ്പോൾ അമീബ ഷൂസ് ബൈനറി ഫിഷൻ, ക്ലാമിഡോമോണസ് ദ എസെക്ഷൽ സ്പോർ ഈസ് സൂസ്പോർ, സ്പോഞ്ച് ദ എസെക്ഷൽ സ്ട്രക്ചർ ഓർ ബഡ് ഈസ് ജമ്മ്യൂൾ, ആൻഡ് ഫംഗസ് Penicillium conidia. Penicillium is a fungus. Its asexual spore is called conidia.
And one more question, penicillium is belonging to which division? Ascomycete. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കോമൺലി നോൺ ആസ് ടെറർ ഓഫ് ബംഗാൾ? അത് നമ്മൾ പഠിക്കുന്നത് ഈ ശരിക്കും ഏത് ചാപ്റ്ററാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിലൊക്കെ നമ്മളിത് പഠിക്കുന്നുണ്ട്. ടെറർ ഓഫ് ബംഗാൾ, പാർത്തീനിയം, ക്യാരറ്റ് ഗ്രാസ്, ബോത്ത് 1 and 2, വാട്ടർ ഹയാസിന്ത്. ഇവിടെ പാർത്തീനിയവും ക്യാരറ്റ് ഗ്രാസും സെയിം ആണ്, ഒന്നാണ്. ഇവരെ നമ്മൾ വിളിക്കുന്ന പേര് വീഡ് പ്ലാന്റ് എന്നാണ്. വീഡ് പ്ലാന്റ്. ഓക്കെ, ഇവർ പ്രത്യേകിച്ചും ഇൻവേർഡിങ് പ്ലാന്റ് ആണ്. പുറത്തുനിന്ന് US ഇമ്പോർട്ട് ചെയ്താണ്. 1950 1950 US ഇമ്പോർട്ട് ചെയ്യപ്പെട്ട വീറ്റ്, ഗോതമ്പ് ചെടികൾ കൊണ്ടുവന്ന സമയത്ത് ഗോതമ്പ് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ വിത്തും കൂടി അത് കയറി ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇതോടെ നമ്മൾ ഇൻവേർഡ് ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. ഇറ്റ് ക്യാൻ ഓൾസോ കോസ് പോളൻ അലർജി. പോളൻ അലർജി ഉണ്ടാക്കും ഇത്. അതതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതൊരു നൊട്ടോറിയസ് വീഡ് പ്ലാന്റ് ആണ്. പാർത്തീനിയം ഓർ ക്യാരറ്റ് ഗ്രാസ് രണ്ട് സെയിം ആണ്. അപ്പോൾ ഇതല്ല ആൻസർ. ടെറർ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്, ബംഗാളിൽ ഒരുപാട് ലേക്കുകളുണ്ട്, തടാകങ്ങളുണ്ട്. അതിൽ വാട്ടർ ഹയാസിന്ത്, എയ്ക്കോർണിയ ക്രാസിപ്പസ്, നിങ്ങൾ എയ്ക്കോർണിയ എന്ന് ഓർത്താൽ മതി. എയ്ക്കോർണിയ അതാണ് അതിൻ്റെ പേര്. നമ്മൾ കുളവാഴ എന്ന് പറയും, എയ്ക്കോർണിയ. ഇത് വൈഡായിട്ട് ബംഗാളിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ജലാശയങ്ങളിൽ. അപ്പോൾ എന്താ സംഭവിക്കുക, ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ അടിയിലുള്ള ഓർഗാനിസത്തിന്, വെള്ളത്തിന് അടിയിലുള്ള ഓർഗാനിസത്തിന് ഓക്സിജൻ കിട്ടാതെ വരും, അവർ ചത്തുപോകും. സോ ടെറർ ഓഫ് ബംഗാൾ ഈസ് വാട്ടർ ഹയാസിന്ത്. സോ ആൻസർ ഈസ് 4. 4ാമത്തെ ഓപ്ഷനായിരിക്കും ആൻസറായിട്ട് വരുന്നത്, മറക്കരുത്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു പാർത്തീനിയം ഈസ് ഓൾസോ കോൾഡ് ക്യാരറ്റ് ഗ്രാസ്. ഇറ്റ് ഈസ് എ വീഡ് പ്ലാന്റ്. ഇറ്റ് ക്യാൻ കോസ് പോളൻ അലർജി. ഹിയർ ദ ആൻസർ ഷുഡ് ബി വാട്ടർ ഹയാസിന്ത് എയ്ക്കോർണിയ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Some mammals are reproductively active throughout their reproductive phase and hence are called continuous breeders, seasonal breeders, amphibians, non-chordates. ഇതാണ് ആൻസർ. ചോദ്യത്തിൻ്റെ ഉത്തരം ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സിമ്പിളായിട്ട് കിട്ടത്തില്ലേ. റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ഡ്യൂറിങ് ത്രൂ ഔട്ട് ദ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതകാലം മൊത്തം അവർ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആണെങ്കിൽ അവർ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് ആയിരിക്കത്തില്ലേ? ഉറപ്പല്ലേ? ചില ജീവികളാണെങ്കിൽ സീസണലി മാത്രമേ റീപ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഹ്യൂമൻ ബീങ്സ് ഒക്കെ കണ്ടിന്യൂസ് ബ്രീഡേഴ്സാണ്. അവർക്ക് ജീവിതകാലം മൊത്തം, അവരുടെ ലൈഫ് ലോങ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഡോഗൊക്കെ ആണെങ്കിൽ ഇയർലി വൺസ് ഒക്കെ ഉള്ളൂ. ആ സമയത്ത് അവർ ബ്രീഡ് ചെയ്യുള്ളൂ, അല്ലാത്തപ്പോൾ അവർ ബ്രീഡ് ചെയ്യില്ല. അപ്പോൾ അതാണ് സീസണൽ ബ്രീഡേഴ്സ്. കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ലൈഫ് അവർ ബ്രീഡ് ചെയ്യും. ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ NCERTയിലെ പേജ് 10 എടുക്കാം. പേജ് 10 ടോപ്പ് പാരഗ്രാഫ്, ഏറ്റവും മുകളിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് പാര എടുത്തു വെച്ച് നോക്കിക്കോ, കറക്റ്റ് ആണോ എന്ന് നോക്കിയേ. കറക്റ്റ് അല്ലേ? ഒന്ന് നോക്കിയേ, മറിച്ച് നോക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ദ ഡിപ്ലോയിഡ് ഓർഗാനിസം ദ മിയോസിസ് ഒക്വേസ് ഇൻ സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഗമീറ്റ്സ്, എഗ്, സിനർജിറ്റ്സ്, മിയോസൈറ്റ്. ഇതാണ് ചോദ്യം. നമ്മളെപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ട മിയോസിസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷനാണ്. It is reduction division. It produces gamete. Gamete ഉണ്ടാക്കും. മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഒക്കെ ഉണ്ടാക്കുന്ന ഡിവിഷനാണ് മിയോസിസ്. ഈ മിയോസിസ് കാണിക്കുന്ന സെൽ ഏതാണോ ആ സെല്ലിനെ വിളിക്കുന്ന പേര് മിയോസൈറ്റ് എന്ന് വിളിക്കും. സോ ആൻസർ ഈസ് 4, മിയോസൈറ്റ്. മിയോസൈറ്റ് ആണ്. ഗമീറ്റോ, സിനർജിഡോ, എഗ്ഗോ അല്ല. ദ മിയോസിസ് ഈസ് ഷോൺ ബൈ മിയോസൈറ്റ്. സോ ആൻസർ ഷുഡ് ബി 4. അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദി ഫോളോയിങ് ആണ്. ഇത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ക്രോമസോം നമ്പറാണ്. ക്രോമസോം നമ്പർ ഇവിടെ ഹ്യൂമൻ ബീങ്സിൻ്റെ ക്രോമസോം നമ്പർ ഇൻ ഗമീറ്റ് ആണ് കേട്ടോ. ഹാഫ് ദി നമ്പർ ക്രോമസോമാണ് ചോദിച്ചിരിക്കുന്നത്, ഹാഫ് സെറ്റ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിന് ഡബിൾ എടുത്തു കഴിഞ്ഞാൽ ഫുൾ സെറ്റ് കിട്ടും. ഹ്യൂമൻ ബീങ്സിന് 23 ആണ്. ഞാൻ വേറെ കളർ എടുക്കാം. 23 ആണ്, ഇതെടുക്കാം. 23 ആണ്. അപ്പോൾ ടോട്ടൽ ക്രോമസോം നമ്പർ എത്രയാണ്? ദാറ്റ് ഈസ് 46. അപ്പോൾ A3 ഉള്ള ഓപ്ഷൻ 3 എണ്ണം ഉണ്ട്. നമുക്ക് ആൻസർ കിട്ടിയില്ല. ഓഫിയോ ഗ്ലോസം എന്ന് പറഞ്ഞ സ്നേക്ക് ടങ്, അതിൻ്റെ പേര് സ്നേക്ക് ടങ് എന്നാണ്. പാമ്പിൻ്റെ നാവ് പോലിരിക്കും എൻ്റെ പൂ കണ്ടാൽ. സ്നേക്ക് ടങ്. ഈ ചെടി ഇതൊരു പ്ലാന്റ് ആണ്. ഈ ചെടിയുടെ കേസിൽ ക്രോമസോം നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 630 ആണ്. ഭയങ്കര നമ്പറാണ് 630. അത് ഗമീറ്റിലാണ് കേട്ടോ.
അപ്പോൾ അതിൻ്റെ ഡബിൾ എടുത്തെങ്കിലേ ഫുൾ സെറ്റ് കിട്ടുള്ളൂ. അപ്പോൾ A3B5 എത്ര ഓപ്ഷൻ ഉണ്ട്? 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും ആൻസർ. കണ്ടോ? അടുത്ത റൈസിന് 12 ക്രോമസോമാണ് ഗമീറ്റിലുള്ളത്. അപ്പോൾ ഫുൾ സെറ്റ് എന്ന് പറയുന്നത് 24 ആയിരിക്കും. 24 ആയിരിക്കും ഫുൾ സെറ്റ്. അപ്പോൾ A3B5C1 ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞു ആൻസർ. ബാക്കിയും കൂടെ നോക്കാം. പൊട്ടറ്റോയുടെ കേസിൽ ദ ക്രോമസോം നമ്പർ ഈസ് 24, ഗമീറ്റിൽ 24 ആയിരിക്കും. ഒണിയൻ്റെ ഗമീറ്റിൽ 8 ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ A3B5C1 ഉണ്ടോ? വൺസ് അഗെയിൻ നമുക്ക് തെറ്റിയോ നോക്കട്ടെ. A3B5C1 D4 ഓപ്ഷൻ ഉണ്ടോ നോക്കി. അതാ കിടക്കുന്നു. ഇത് കണ്ടില്ല നമ്മൾ. C1 D4 2. ഓക്കെ, ദിസ് ഈസ് ദ ആൻസർ. 1 ഈസ് ദ റൈറ്റ് ആൻസർ. 1. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പാർത്തനോജനസിസ് ഒക്വർ ഇൻ. പാർത്തനോജനസിസ് പ്ലാന്റ്സ് ഉള്ളി, അനിമൽസ് ഉള്ളി, ദെൻ മൈക്രോ ഓർഗാനിസംസ്, ബോത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഞാനിത് പറഞ്ഞുതരാം. പാർത്തനോജനസിസ് എന്ന് പറഞ്ഞാൽ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എഗ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഡെവലപ്മെൻറ്റ് ഓഫ് എഗ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. സാധാരണ ഒരു എഗ്ഗ് ഡെവലപ്പ് ചെയ്ത് ഒരു കുട്ടിയാകണമെങ്കിൽ അത് ഫെർട്ടിലൈസ് ചെയ്യണം, സ്പേമുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫെർട്ടിലൈസേഷൻ ഇല്ല. ഡെവലപ്മെൻറ്റ് ഓഫ് എഗ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, ദാറ്റ് ഈസ് കോൾഡ് പാർത്തനോജനസിസ്. ഇത് പ്ലാന്റിൽ നടക്കുകയാണെങ്കിൽ അതിനെ പാർത്തനോകാർപ്പി എന്ന് പറയും. പ്ലാന്റിൽ പാർത്തനോകാർപ്പി, അത് പ്ലാന്റിൽ വിളിക്കുന്ന പേരാണ് പാർത്തനോകാർപ്പി. അനിമലിൽ വിളിക്കുന്ന പേര് പാർത്തനോജനസിസ്. ഓക്കെ, ഇൻ പ്ലാന്റ് ഇറ്റ് ഈസ് കോൾഡ് പാർത്തനോകാർപ്പി. ക്ലിയർ ആണോ? ഇങ്ങനെ കാണിക്കുന്ന കുറേ ആനിമൽസ് ഉണ്ട്. ഞാൻ ആനിമൽസിനൊക്കെ എക്സാമ്പിൾ പറയാം. ഒന്ന് ഹണി കാണിക്കും. ഹണി പാർത്തനോജനസിസ് കാണിക്കും. ഹണി ഇത് നിങ്ങൾ ജെനറ്റിക്സിൽ പഠിക്കുന്നുണ്ട്. അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നാണ് ഡ്രോൺ ജനിക്കുന്നത്. മെയിൽ ഹണി ഉണ്ടാവുന്നത് അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നാണ്. ഹണി കാണിക്കും. ടർക്കി എന്ന് പറഞ്ഞ കോഴിയില്ലേ, അത് കാണിക്കും. ടർക്കി. ചില ലിസാർഡ്സ് കാണിക്കും. സം ഓഫ് ദി ലിസാർഡ്സ്. ദിസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് പാർത്തനോജനസിസ്. സോ പാർത്തനോജനസിസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എഗ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഇൻ അനിമൽസ്. അനിമൽസിൽ മാത്രം. അപ്പോൾ ആൻസർ 2 ആണ്. അനിമൽസ് ഉള്ളി. പ്ലാന്റിലാണെങ്കിൽ അതേ പ്രോപ്പർട്ടിയുടെ പേരെന്താ? പാർത്തനോകാർപ്പി എന്ന് വിളിക്കും. പാർത്തനോകാർപ്പി. ക്ലിയർ ആയോ? അടുത്ത ചോദ്യം, 8ാമത്തേത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എൻഡോസ്പെർമിക് ഡൈക്കോട്ട് സീഡ്? ഓക്കെ, എന്താണ് ഈ എൻഡോസ്പെം എന്ന് പറഞ്ഞാൽ? എൻഡോസ്പെം എന്ന് പറഞ്ഞാൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂ ആയിരിക്കും. ഫുഡ് സ്റ്റോറിങ് ടിഷ്യൂ. ഈ ടിഷ്യൂവിൻ്റെ പ്രത്യേകത ഇത് ട്രിപ്ലോയിഡാണ്. സാധാരണ ഡിപ്ലോയിഡ് അല്ലേ, ഇത് ട്രിപ്ലോയിഡാണ്. 3N ആണ് ക്രോമോസോം നമ്പർ. അപ്പോൾ അങ്ങനത്തെ സീഡ്, എൻഡോസ്പെം ഉള്ള സീഡ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാസ്റ്റർ ഉണ്ട്, കോക്കനട്ട് ഉണ്ട്. ഓർക്കിഡിൽ നോ എൻഡോസ്പെം. എൻഡോസ്പെം ഇല്ല. അപ്പം നോൺ എൻഡോസ്പെമിക് സീഡ് എന്ന് വിളിക്കുന്ന ഓർക്കിഡാണ്. അപ്പോൾ ഇവിടെ 1ലുണ്ട് 3ലുണ്ട്. സോ ആൻസർ ഷുഡ് ബി ബോത്ത് 1 ആൻഡ് 3. ഇതായിരിക്കും ആൻസർ. ബോത്ത് 1 ആൻഡ് 3. ദാറ്റ് ഷുഡ് ബി ദ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ. ഓപ്ഷൻ മൊണേഷ്യസ് പ്ലാന്റ്സ് ഉള്ളി, ഡയേഷ്യസ് പ്ലാന്റ്സ് ഉള്ളി, ഹെർമാഫ്രോഡൈറ്റ് പ്ലാന്റ്സ് ഉള്ളി, ബോത്ത് മൊണേഷ്യസ് ആൻഡ് ഡയേഷ്യസ്. മൊണേഷ്യസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കണം. അതിൽ 2 ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. മെയിൽ ഫ്ലവറും ഉണ്ട്, ഫീമെയിൽ ഫ്ലവറും ഉണ്ട്. അതായത് ഒരു ചെടി അതിൽ മെയിൽ ഫ്ലവർ ഉണ്ട്, യൂണിസെക്ഷലാണ്. ഫീമെയിൽ ഫ്ലവർ ഉണ്ട്, ബൈസെക്ഷലാണ്, യൂണിസെക്ഷലാണ്. അതായത് ഒരു ചെടി വിചാരിക്കുക, കോമൺ ചെടിയാണ്. അതിൽ ആൺപൂക്കളുണ്ട്, പെൺപൂക്കളുണ്ട്. ഈ പൂവ് യൂണിസെക്ഷലാണ്,
ചോദ്യം അതല്ലേ, യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ. അപ്പോൾ ഒരു ചെടി തന്നെ യൂണിസെക്ഷലായിട്ട് വരാം, ആൺപൂ വരാം, പെൺപൂ വരാം. ഡയേഷ്യസ് പ്ലാന്റ് എന്ന് വെച്ചാൽ അവിടെ സെക്സസ് സെപ്പറേറ്റഡ്, പ്ലാന്റ് തന്നെ 2 ടൈപ്പ്, ആൺ പ്ലാന്റും പെൺ പ്ലാന്റും. അപ്പോൾ ഇത് രണ്ടും ആൻസർ ആയിട്ട് വരും. സോ ആൻസർ ഈസ് ബോത്ത് മൊണേഷ്യസ് ആൻഡ് ഡയേഷ്യസ് പ്ലാന്റ്. ദ മെഗാസ്പൊറാഞ്ചിയം ഈസ് ഈക്വലന്റ് ടു ഓവറി, ഓവ്യൂൾ, എംബ്രിയോ സാക്ക്, പോളൻ സാക്ക്. നമ്മൾ ഇമാജിൻ ചെയ്യണം, ഒരു ചെടീൻ്റെ പൂവിനകത്തിലെ ഓവറിക്കുള്ളിലിരിക്കുന്ന ഒവ്യൂളിന് വിളിക്കുന്ന പേരാണ് മെഗാസ്പൊറാഞ്ചിയം. The ovule is called megasporangium. It is attached with ovary by placenta. Placenta. ആ ഒവ്യൂള് ഓവറിയിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന പ്ലാസൻഡ എന്ന് പറഞ്ഞ ടിഷ്യൂ വഴിയാണ്. അപ്പോൾ ഒവ്യൂളിൻ്റെ വേറൊരു പേരാണ് മെഗാസ്പൊറാഞ്ചിയം. സോ ഹിയർ ദ ആൻസർ ഷുഡ് ബി 2. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് റൈറ്റ് ആൻസർ. ഇനി 11ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. സ്പോറോജീനസ് ടിഷ്യൂസ് ആർ ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ്, ട്രൈപ്ലോയിഡ്, ടെട്രാപ്ലോയിഡ്. ഇത്രയാണ് സ്പോറോജീനസ് ടിഷ്യൂ. അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യണം, എ സ്പോറോജീനസ് ടിഷ്യൂ ഈസ് സ്പോർ പ്രൊഡ്യൂസിങ് ടിഷ്യൂ. സ്പോർ പ്രൊഡ്യൂസിങ് ടിഷ്യൂ, ഇറ്റ് പ്രൊഡ്യൂസസ് സ്പോർസ്, മൈക്രോസ്പോർസ് ഇൻ ആന്തർ. ആന്തറിൽ മൈക്രോസ്പോർ ഉണ്ടാക്കുന്ന ടിഷ്യൂ ആണ് സ്പോറോജീനസ് ടിഷ്യൂ. ഇറ്റ് പ്രൊഡ്യൂസസ് സ്പോർസ്. ഈ സ്പോർ ഹാപ്ലോയിഡ് ആണ്, N ആണ്. അങ്ങനെയാണെങ്കിൽ സ്പോറോജീനസ് ടിഷ്യൂ 2N ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഡിപ്ലോയിഡ് ആയിരിക്കും. ഈ ഡിപ്ലോയിഡ് 2N സ്പോറോജീനസ് ടിഷ്യൂവിൽ മിയോസിസ് നടക്കും. അങ്ങനെ മിയോസിസ് നടക്കുമ്പോൾ അതിൽ നിന്ന് സ്പോർ ഉണ്ടാകും, ഹാപ്ലോയിഡ് സ്പോർ. അപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ദ സ്പോറോജീനസ് ടിഷ്യൂ പ്രൊഡ്യൂസസ് ആന്തർ ഓർ സ്പോർസ് ഇൻ ആന്തർ. Sporogenous tissue produces spores in anther. Okay, the sporogenous tissue is diploid. It exhibits meiosis and produces haploid spore. അത് മിയോസിസ് നടത്തി ഹാപ്ലോയിഡ് സ്പോർ ആകും. സോ ദ ആൻസർ ഷുഡ് ബി ഡിപ്ലോയിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് പ്ലാന്റ്സ് ആർ ഡയേഷ്യസ്? ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ സെക്സസ് സെപ്പറേറ്റഡ് ആരൊക്കെയാണ്? ഇതാണ് ചോദ്യം. ഹൗ മെനി ഓഫ് ദി പ്ലാന്റ്സ് ആർ സെക്സസ് സെപ്പറേറ്റഡ്? അതിൽ ഡേറ്റ് പാം, പപ്പായ, വാലിസ്നേറിയ, ഇത്രയും പേരുടെ കേസിൽ വാലിസ്നേറിയ ഒരു അക്വാറ്റിക് പ്ലാന്റ്, പപ്പായ നമുക്കറിയാം, പിന്നെ ഡേറ്റ് പാം എന്ന് പറയുന്നത് പന, അതായത് ഈ ഈന്തപ്പന എന്ന് പറയും. ഇവർ ഇത്രയും പേര് ഡയേഷ്യസ് ആണ്, സെക്സസ് സെപ്പറേറ്റഡാണ്, ആണും പെണ്ണും വേറെയാണ്. പക്ഷേ കോക്കനട്ട് മൊണേഷ്യസ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ACD 3 ഓപ്ഷൻ കറക്റ്റ് ആൻസറാണ്. സോ ആൻസർ ഷുഡ് ബി 3 ആണ് ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 13ലാണ് നമ്മൾ തുടങ്ങുന്നത്. ഹ്യൂമൻ ഫീമെയിൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. ഹ്യൂമൻ ഫീമെയിൽ ഓവുലേഷൻ ഒക്കേഴ്സ്. എപ്പോഴാണ് ഓവുലേഷൻ നടക്കുക? 14th ഡേ ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയും. 14th ഡേ ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് മാർക്സ് ദി എൻഡ് ഓഫ് proliferative stage ആണ്. proliferative സ്റ്റേജിൻ്റെ എൻഡ് ഈസ് മാർക്ക്ഡ് ബൈ ദ ഓവുലേഷൻ എന്ന് പറയും. 6th ഡേ ടു ദ 14th ഡേ ആണ് നമ്മൾ സാധാരണ proliferative സ്റ്റേജ് എന്ന് പറയാം. ആ proliferative സ്റ്റേജിൻ്റെ എൻഡ് മാർക്സ് ദ ഓവുലേഷൻ എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് 2. ഹ്യൂമൻ എംബ്രിയോ വിൽ ബി എ ഫീറ്റസ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൻ എംബ്രിയോ ആൻഡ് എ ഫീറ്റസ് എന്നുള്ളതാണ്. എംബ്രിയോ എന്ന് പറഞ്ഞാൽ ഭ്രൂണം എന്ന് നമ്മൾ പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ ഗ്രൂപ്പ് ഓഫ് സെൽസ്, റൈറ്റ്? അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആ എംബ്രിയോന് ഓർഗൻസ് വന്ന് തുടങ്ങുമ്പോൾ, കയ്യ്, കാല്, തല, ചെവി, ഇന്റേണൽ എല്ലാം വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ആ എംബ്രിയോനെ ഫീറ്റസ് എന്ന് പറയും. And all the organ formation is completed by 3rd month of pregnancy. ഇപ്പം 2nd to the 3rd month ആകുമ്പോഴത്തേനും നമ്മളതിനെ ഫീറ്റസ് എന്ന് പറയും. ഓർത്തിരിക്കുക. ഓക്കെ. കെമിക്കൽ സബ്സ്റ്റൻസ് റിലീസ്ഡ് ബൈ ആക്ടിവേറ്റഡ് സ്പെർമറ്റോസോവ. സ്പെർമറ്റോസോവ എന്ന് പറഞ്ഞാൽ സ്പെർംസ്, ആക്റ്റീവ് സ്പെർംസ്, വിച്ച് ആക്ട്സ് ഓൺ ദ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ഓഫ് ദി ഓവം. ഓവത്തിൻ്റെ ഔട്ടർ സർഫസിൽ ആക്ട് ചെയ്യുന്ന കെമിക്കൽ ഈസ് എ ഹയലുറോണിഡേസ് എൻസൈം. സ്പേം ഹെഡിൽ ആക്രോസോം എന്ന് പറയുന്ന റീജിയനിൽ നിന്ന് റിലീസ് ചെയ്യുന്ന കെമിക്കലാണ് ഹയലുറോണിഡേസ് എൻസൈം. ഇറ്റ്സ് എ കെമിക്കൽ ദാറ്റ് ഈസ് റിലീസ്ഡ് ഫ്രം ആക്രോസോം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക.
സെലക്ട് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. ഒരുപാട് പേർക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. റൈറ്റ്, നിങ്ങൾ നോക്കുക. മിൽക്ക് പ്രൊഡക്ഷൻ ഇൻ ഫീമെയിൽ ഓക്സിറ്റോസിൻ അല്ല. മിൽക്ക് പ്രൊഡക്ഷൻ ഇൻ ഫീമെയിൽ നമുക്ക് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, പ്രൊലാക്റ്റിൻ പറയാം, അല്ലെങ്കിൽ HPL പറയാം, ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ. രണ്ടാണ്, പക്ഷേ ഇത് രണ്ടും മിൽക്ക് പ്രൊഡക്ഷൻ ഇൻ ഫീമെയിലിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്സിറ്റോസിൻ മിൽക്കിന്റെ ഒഴുക്ക്, ഫ്ലോ ഓഫ് മിൽക്ക് ഔട്ട് ഓഫ് ദ മാമറി ഗ്ലാൻഡ് ആണ്. അപ്പോൾ ആദ്യത്തെ തെറ്റായി പറയാം. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, ഹോർമോൺ ഇൻക്രീസിങ് സെവറൽ ഫോൾഡ് ഇൻ ഫീമെയിൽ ഡ്യൂറിങ് പ്രഗ്നൻസി. പ്രഗ്നൻസി പീരീഡിൽ ഫീമെയിലിന്റെ ബോഡിയിൽ ചില ഹോർമോണിന്റെ ലെവൽ ഇൻക്രീസസ്. അപ്പോൾ അതിൽ ഏതൊക്കെ ഹോർമോൺസ് ആണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, കോർട്ടിസോൾ, പ്രൊലാക്റ്റിൻ, തൈറോക്സിൻ. ഈ പറഞ്ഞിരിക്കുന്ന ഹോർമോൺസ് എല്ലാം പ്രഗ്നൻസി പീരീഡിൽ ഫീമെയിലിന്റെ ബോഡിയിൽ അളവിൽ കൂടും. കാരണം പ്രൊജസ്ട്രോൺ ഇസ് എസെൻഷ്യൽ ഫോർ മെയിൻ്റനൻസ് ഓഫ് പ്രഗ്നൻസി, യൂട്രൈൻ എൻഡോമെട്രിയൽ ഡെവലപ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ യൂട്രസ്. ഈസ്ട്രജൻ ഇസ് എസെൻഷ്യൽ. തൈറോക്സിൻ ഇസ് എസെൻഷ്യൽ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഫീറ്റസ്. പ്രൊലാക്റ്റിൻ മിൽക്ക്. കോർട്ടിസോൾ എന്ന് പറയുന്നത് ഇസ് ഫോർ നോർമൽ ഡെവലപ്മെന്റ് ഓഫ് ദ മദർ ആൻഡ് ദ ഫീറ്റസ് പ്ലസ് പാർച്ചുറേഷൻ സമയത്ത്. അപ്പോൾ ഇതെല്ലാം ഇൻക്രീസ് ഇൻ സെവറൽ ഫോൾഡ് ഡ്യൂറിങ് പ്രഗ്നൻസി. ഗ്ലൂക്കോസ് സിന്തസിസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിനൊക്കെ കോർട്ടിസോൾ ഈസ് എസെൻഷ്യൽ. റൈറ്റ്. ഇജക്ഷൻ ഓഫ് മിൽക്ക് ഇൻ ഫീമെയിൽ ഇസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിറ്റോസിൻ ആണ്, നോട്ട് പ്രൊലാക്റ്റിൻ. അപ്പോൾ അത് തെറ്റി. ഫോർമേഷൻ ഓഫ് ആൽവിയോള ഇൻ മാമറി ഗ്ലാൻഡ്, ആൽവിയോളാർ ഫോർമേഷൻ FSH അല്ല. ആൽവിയോളാർ മാമറി ഗ്ലാൻഡ് ഡെവലപ്മെന്റ് പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ ഹോർമോൺ ആണ്. അപ്പോൾ അതും തെറ്റായി എന്ന് പറയാം. സോ അവർ ആൻസർ വിൽ ബി 2. റൈറ്റ്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. 17, ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് trophectoderm is to draw nourishment from the developing embryo. അത് ശരിയാ. ട്രോഫെക്ടോഡേം ഏർലി സ്റ്റേജസിൽ ഈ ഔട്ടർ ലെയർ ആണ് ട്രോഫെക്ടോഡേം. അവിടെ നറിഷ്മെന്റ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓവറിയിലും യൂട്രൈൻ വാളിലും ഉള്ള സെക്രീഷൻസിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുകയാണ് ട്രോഫെക്ടോഡേം. HCG, human chorionic gonadotropin, increases the production of progesterone and estrogen. അത് ശരിയാണ്. Then in amniocentesis, amniotic fluid is taken out from surrounding the fetus. എന്നിട്ട് എന്തിനാണ് ജനറ്റിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ സെക്സ് ഓഫ് ദ ഫീറ്റസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യാൻ അമിനോസെന്റസിസ് ഉപയോഗപ്പെടുത്തും. അത് ശരിയാ. പക്ഷെ നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കണം, അമിനോസെന്റസിസ് എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യയിൽ സെക്സ് ഡിറ്റർമിനേഷൻ അമിനോസെന്റസിസ് നടത്തുന്നത് ബാൻഡാണ്. മാക്സിമം മോർഫോജെനറ്റിക് മൂവ്മെന്റ് ക്യാൻ ബി സീൻ ഡ്യൂറിങ് ഗാസ്ട്രുലേഷൻ. മോർഫോജെനറ്റിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് എ ബ്ലാസ്റ്റോമിയേഴ്സ് ആണ്. എക്ടോഡേം, എൻഡോഡേം, മീസോഡേം ഇതെല്ലാം ഫോം ചെയ്യാനായിട്ടുള്ള ഓരോ ലെയർ ഫോർമേഷൻ, ന്യൂറൽ ട്യൂബ് ഫോർമേഷൻ, ഇതിനെല്ലാം സഹായിക്കുന്നതാണ് ഗാസ്ട്രുലേഷനിലുള്ള മോർഫോജെനറ്റിക് മൂവ്മെന്റ്. എലഫന്റ് ഷോസ് ലോങ്സ്റ്റ് ജസ്റ്റേഷൻ പീരീഡ് അറൌണ്ട് 2 years ആണ്. എലഫന്റിന്റെ അറൌണ്ട് 2 years ആണ് എലഫന്റിന്റെ ജസ്റ്റേഷൻ പീരീഡ്. അപ്പൊ ഇതിൽ ഏതാ തെറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൗ മെനി ആർ ട്രൂ? ഓൾ ആർ ട്രൂ. 4. ഇതിൽ സംശയം വരുന്ന ഒരെണ്ണം ഇസ് അബൌട്ട് മോർഫോജെനറ്റിക് മൂവ്മെന്റ് എന്നാണ്. മോർഫോജെനറ്റിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് ദ ബ്ലാസ്റ്റോമിയേഴ്സ് ഇൻ എ ബ്ലാസ്റ്റോസിസ്റ്റ്. ഓക്കെ. ജസ്റ്റേഷൻ പീരീഡ് ഇസ് ദ ഡ്യൂറേഷൻ ബിറ്റ്വീൻ, ശ്രദ്ധിക്കുക, ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഗർഭകാലം എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ ടു പാർച്ചുറേഷൻ ആണ്. ദ ഫെർട്ടിലൈസേഷൻ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഇസ് ദ പീരീഡ് ഫ്രം ഫെർട്ടിലൈസേഷൻ ടു പാർച്ചുറേഷൻ. ഓക്കെ. സെമിനൽ പ്ലാസ്മ. സെമിനൽ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, prostate gland, then bulbourethral gland and seminal vesicle. ഈ 3 ഗ്ലാൻഡിൽ നിന്നും ഉള്ള സെക്രീഷൻസ്, ഈ 3 ഗ്ലാൻഡിൽ നിന്നുള്ള സെക്രീഷൻസ് ആണ് ടുഗെദർ യു കോൾ ഇറ്റ് ആസ് എ സെമിനൽ പ്ലാസ്മ. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോയുറീത്രൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ കൗപ്പേഴ്സ് ഗ്ലാൻഡ് എന്ന് പറയാം, സെമിനൽ വെസിക്കിൾ. ഫ്രക്ടോസ് എൻസൈം പുവർ ഇൻ കാൽസ്യം അല്ല, റിച്ച് ഇൻ കാൽസ്യം ആണ്. ഫ്രക്ടോസ് കാൽസ്യം ആൻഡ് സർട്ടൺ എൻസൈംസ് ശരിയാ. ഫ്രക്ടോസ് കാൽസ്യം നോ എൻസൈംസ് തെറ്റാ. ദെൻ ഗ്ലൂക്കോസ് ആൻഡ് സർട്ടൺ എൻസൈംസ് ആൻഡ് നോ കാൽസ്യം തെറ്റാണ്. റൈറ്റ്. So answer becomes a seminal plasma is human is rich in നമുക്ക് പറയാം 2.
അടുത്ത നോക്കുക, എളുപ്പമാണ്. മാച്ച് ദ ഫോളോയിങ്. നമുക്ക് മാച്ച് ദ ഫോളോയിങ് കിട്ടുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല, ഈസി ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അറിയുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ലൈക്ക് മെൻസ്ട്രൽ ഫേസ്, ഫോളിക്കുലർ ഫേസ്, ലൂട്ടിയൽ ഫേസ്, കൊളോസ്ട്രം. കൊളോസ്ട്രം എന്തായാലും അറിയാം. എന്താണ് കൊളോസ്ട്രം എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് മാമറി ഗ്ലാൻഡ്. അപ്പോൾ 4S. Menstrual phase is also called the bleeding phase. 1R. Follicular phase എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് ഓഫ് ദ പ്രൊലിഫറേറ്റീവ് ഫേസ് എന്നും പറയും അതിന്. 2P. Luteal phase is also called the secretory phase. 3Q. RPS. RPQS അല്ലേ? ഒരെണ്ണയിലുള്ള RPSQ അല്ല. അപ്പോൾ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ. In India, family planning was started in the year 1951. Family planning program ലോകത്തിൽ ആദ്യമായി ഇംപ്ലിമെന്റ് ചെയ്ത രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ആൻഡ് ഇന്ത്യയിലെ ഫാമിലി പ്ലാനിംഗ് വാസ് ഇംപ്ലിമെന്റഡ് ഇൻ ദ ഇയർ 1951. ലിപ്പസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ നോൺ മെഡിക്കേറ്റഡ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. ലിപ്പസ് ലൂപ്പ് ഇസ് എ നോൺ മെഡിക്കേറ്റഡ് ഇൻട്രാ-യൂട്രൈൻ ഡിവൈസ് ആണ്. ഇൻട്രാ-യൂട്രൈൻ ഡിവൈസസ് ആർ ഡിവൈസസ് വിച്ച് ആർ ഇൻസർട്ടഡ് ഇൻ ടു ദ യൂട്രൈൻ ഏരിയ ആണ്. അപ്പം ലിപ്പസ് ലൂപ്പ് ഇസ് എ നോൺ മെഡിക്കേറ്റഡ് ഇൻട്രാ-യൂട്രൈൻ ഡിവൈസ്. Which among the following is related to males? Oral pill ഫീമെയിൽ കഴിക്കുന്നതാണ്. ട്യൂബെക്ടമി, ട്യൂബ്, ഫലോപ്പിയൻ ട്യൂബ് ഇസ് കട്ട്. വാസെക്ടമി എന്ന് പറയുന്നത് ഇസ് എ മെയിൽ. ഇത് ഒരു IUD ആണ്, റൈറ്റ്? അപ്പോൾ വാസെക്ടമി എന്ന് പറയുന്നത് ഇസ് എ മെയിൽ പ്രോസസ്. 23ന്റെ ആൻസർ വരിക 3. പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് വെച്ചാൽ 10th to the 17th ഡേ ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ. 10 മുതൽ 17ാമത്തെ ഡേ ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ സെക്ഷൽ റിലേഷനിൽ നിന്ന് വിട്ടു നിൽക്കുക. ആൻഡ് ദാറ്റ് പ്രിവെന്റ്സ് ഫെർട്ടിലൈസേഷൻ. അതിനെ നമ്മൾ പറയുന്നതാണ് നാച്ചുറൽ മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് കോൾഡ് നാച്ചുറൽ മെത്തേഡ്. ഡിനോസേഴ്സ് സഡൻലി ഡിസപ്പിയർഡ് ഫ്രം ദി എർത്ത്. എപ്പോഴാണ്? 65 million years ago. ടെക്സ്റ്റിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിനോസേഴ്സ് ഡയറക്ട്ലി ഡിസപ്പിയർഡ് ഫ്രം ദി എർത്ത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 65 million years ago. Miller's experiment was conducted in reducing condition ആണ്. എന്താ reducing condition? See, early period primitive earthന്റെ atmosphere was covered with reducing gases ആണ്, right? അപ്പോൾ അതുകൊണ്ടാണ് reducing atmosphere എന്ന് നമ്മൾ പറയുന്നത്. Okay, 26 answer 1. One among the following is an Australian marsupial. Numbat, lemur, bobcat and mole. ഇതിലേതാണ് ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽ? നൂംബാറ്റ് എന്ന് പറയുന്നത് ഇസ് an ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽ. പൗച്ച്ഡ് മാമൽസിനെയാണ് സഞ്ചി മൃഗങ്ങൾ മാർസൂപ്പിയൽ എന്ന് പറയുന്നത്. Given below placental mammals and Australian marsupials. NCERT ബുക്കിൽ അഡാപ്റ്റീവ് റേഡിയേഷൻ കഴിഞ്ഞു വരുന്ന ഭാഗത്തുള്ള ഒരു 28 അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്ന പേജിന്റെ തൊട്ടപ്പുറത്തെ പേജിൽ വരുന്ന ഒരു കോളത്തിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബോബ് കാറ്റ്, ഫ്ലൈയിങ് സ്ക്വിറൽ, lemur and teeter, right? Lemur, spotted cuscus, flying squirrel, phalanger and teeter, numbat, bobcat, Tasmanian tiger cat. 1B, 2D, 3A, 4C, BDAC. Answer will be 28. Answer will be 1. Right. Thorn and tendrils of bougainvillea and cucurbitae are examples for, right? എന്തിനായിരിക്കും? Thorns and tendrils of bougainvillea and cucurbitae രണ്ടും ഒറിജിൻ സെയിം ആണ്, ബട്ട് ഫങ്ഷൻസ് ആർ ഡിഫറെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഹോമോലോഗസ് ഓർഗൻസ്, അല്ലെങ്കിൽ ദേ ആർ എക്സാമ്പിൾ ഫോർ എ ഡൈവേർജന്റ് എവല്യൂഷൻ എന്ന് പറയാം. ഓക്കെ. ഡാർവിൻസ് ഫിഞ്ചസ് ആർ എക്സാമ്പിൾ ഫോർ, എന്തിനുള്ള എക്സാമ്പിൾ ആണ്?
ഡാർവിൻസ് ഫിഞ്ചസ്. ഡാർവിൻസ് ഫിഞ്ചസ് എന്ന് നമ്മൾ പറയുന്നത് ഇസ് ആക്ച്വലി എ ടൈപ്പ് ഓഫ് ബേർഡാണ്. ആൻഡ് ഈ ബേർഡിനെയാണ് നമ്മൾ ഡാർവിൻസ് ഫിഞ്ചസ് എന്ന് പറയുന്നത്. ഡാർവിൻസ് ഫിഞ്ചസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ അവർ സീൻ ഇൻ ഗാലപ്പാഗോ ഐലൻഡ്സ് ആണ്. ആൻഡ് മെയിൻലാൻഡിൽ ഗാലപ്പാഗോ ഐലൻഡിലേക്ക് എത്തിയത് ഫ്രം അമേരിക്കൻ മെയിൻലാൻഡിൽ നിന്നാണ്. അവിടെയുള്ള എല്ലാ ആൻസസ്റ്റേഴ്സ് വർ സീഡ് ഈറ്റേഴ്സ്. അവർ ഗാലപ്പാഗോയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവരുടെ ഫീഡിങ് ഹാബിറ്റ് ചേഞ്ച്ഡ് ആൻഡ് ഗ്രാജുവലി ദേ ഇവോൾവ് ഇൻ ടു ഡിഫറെൻറ്റ് സ്പീഷീസായി മാറുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ പറയുക അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഡാർവിൻ ഫിഞ്ചസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾസ് ഫോർ നാച്ചുറൽ സെലക്ഷൻ. അപ്പം അതിന് എക്സാമ്പിൾ ഫോർ അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ നാച്ചുറൽ സെലക്ഷൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ സുവോളജി പാർട്ടിലുള്ളത്. ഐഡന്റിഫൈ ദ റോങ്ലി മാച്ച്ഡ് പെയർ. തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കണം. 31ാമത്തെ ചോദ്യമാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 31ാമത്തെ ചോദ്യമാണ്. ജെനറ്റിക്സ് തുടങ്ങുന്ന അവിടെ നിന്നാണ്. ഫീനോടൈപ്പ്, ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് എ ക്യാരക്ടർ. ഒരു ക്യാരക്ടറിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിന് വിളിക്കുന്ന പേരാണ് ഫീനോടൈപ്പ്. നമ്മൾ 2 വേർഡ് ഓർക്കുക. ഇതാ നോക്ക്, ഇപ്പം നമ്മൾ ഒരു ക്രോസ് എടുക്കുന്നു. പേരൻസ് ക്യാപിറ്റൽ ടി ഇൻറ്റു സ്മോൾ ടി. ഇത് ടോളാണ്, ഇത് ഡ്വാർഫാണ്. ഓക്കെ, ഇനി ഗമീറ്റ് നോക്കാം. ജി ഫോർ ഗമീറ്റ്. ഇത് റെഡ്യൂസ് ചെയ്യല്ലോ. ക്യാപിറ്റൽ ടി, ഇവിടെ സ്മോൾ ടി. കമ്പൈൻ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇത് F1 ആണ്, ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ. ഇവിടെ ടോളാണോ ഡ്വാർഫാണോ എക്സ്പ്രസ് ചെയ്യുക? ടോൾ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ഇത് ടോളാണ്. എന്തുകൊണ്ട് ടോൾ എക്സ്പ്രസ് ചെയ്തു? ബിക്കോസ് ഇറ്റ് ഈസ് ഡോമിനൻറ്റ്. നമ്മൾ പറയും ഇപ്പം ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതി അതിൻ്റെ ജീനാണ്. അങ്ങനെ ജീൻസ് എഴുതി വയ്ക്കുന്നതിന് വിളിക്കുന്ന പേരാ ജീനോടൈപ്പ്. നോക്കിയേ, ജീനോടൈപ്പ് ഈസ് എ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം. ഇത് കറക്റ്റാണ്. ഫീനോടൈപ്പ് നമ്മളതിൻ്റെ ക്യാരക്ടറിന് വിളിക്കുന്ന പേരാ ഫീനോടൈപ്പ്. ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് എ ക്യാരക്ടർ. എന്താണോ പുറത്തു വരിക, ഇപ്പം ഇവിടെ ക്യാപിറ്റൽ ടി ജീനോടൈപ്പാണ്, അത് പുറത്തു വരുന്ന ക്യാരക്ടർ ടോളാണ്. സ്മോൾ ടി ജീനോടൈപ്പാണ്, പുറത്തു വരുന്ന ക്യാരക്ടർ ഡ്വാർഫാണ്. അപ്പോൾ ഓക്കെ, ഡൊമിനൻ്റ് ട്രേറ്റ് എക്സ്പ്രസ്ഡ് ഇൻ F1 കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ F1 എക്സ്പ്രസ് ചെയ്ത ഡൊമിനൻ്റ് ആയിരിക്കും, ടോളാണ്, അതും കറക്റ്റാണ്. ജീൻ മെയ്ഡപ്പ് ഓഫ് പ്രോട്ടീൻ തെറ്റാണ്. ജീൻ ഈസ് മെയ്ഡപ്പ് ഓഫ് DNA. സോ ആൻസർ ഷുഡ് ബി DNA. അപ്പോൾ ഇവിടെ ജീൻ പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. സോ ദിസ് ഷുഡ് ബി ദ ആൻസർ. 4 is the answer. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് റോങ്ലി മാച്ച്ഡ്? മോണോഹൈബ്രിഡ് ക്രോസ്, സ്റ്റഡി ഓഫ് വൺ ക്യാരക്ടർ ആൻഡ് ഇറ്റ്സ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്. നമ്മളൊന്ന് ആലോചിക്കുക. മോണോഹൈബ്രിഡ് ക്രോസ് പറയുമ്പോൾ ക്യാപിറ്റൽ, ഇപ്പം ഞാൻ വരച്ച ക്യാപിറ്റൽ ടി സ്മോൾ ടി, നമ്മൾ ടോള് ഡ്വാർഫ്, ശരിയല്ലേ? അപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്. ടോൾ എന്ന് പറഞ്ഞാലും ഡ്വാർഫ് എന്ന് പറഞ്ഞാലും ലെങ്താണ്. ടോൾ എന്ന് പറഞ്ഞാൽ ലെങ്ത് കൂടിയ അവസ്ഥ, ഡ്വാർഫ് എന്ന് പറഞ്ഞാൽ ലെങ്ത് കുറഞ്ഞ അവസ്ഥ. ഇവിടെ നമ്മൾ ഒരു പെയർ ക്യാരക്ടർ എടുത്തത്, അതായത് ഒരു ക്യാരക്ടറിൻ്റെ 2 ഫോം, ഹൈറ്റിൻ്റെ 2 ഫോം, ഹൈറ്റ് കൂടിയ ടോളും ഹൈറ്റ് കുറഞ്ഞ ഡ്വാർഫും. സ്റ്റഡി അല്ലേ? അപ്പോൾ മോണോഹൈബ്രിഡ് ക്രോസ് സ്റ്റഡി ഓഫ് വൺ ക്യാരക്ടർ, ഹൈറ്റ് ആൻഡ് ഇറ്റ്സ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്, ടോൾ ആൻഡ് ഡ്വാർഫ്. കറക്റ്റാണ്. ടെസ്റ്റ് ക്രോസ്, ചെക്കിംഗ് ദ ജീനോടൈപ്പ് ഓഫ് ഡോമിനൻ്റ് ഫീനോടൈപ്പ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതേ ടെസ്റ്റ് ഞാനങ്ങ് ചെയ്യാൻ പോകും, ക്രോസ് ഞാനങ്ങ് ചെയ്യാൻ പോവാണ്. ഇത് പേരൻസ് ആണ്. ഗമീറ്റ്സ് എടുക്കുകയാണ്. ക്യാപിറ്റൽ ടി, ഇവിടുത്തേത് സ്മോൾ ടി, ഗമീറ്റ് കമ്പൈൻ ചെയ്തു, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇത് F1 ആണ്. നമുക്ക് ഈ F1ൻ്റെ ജീനോടൈപ്പ് കണ്ടുപിടിക്കണം. ഈ F1 ആരാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്ക്, ടെസ്റ്റ് ക്രോസ് ചെക്കിംഗ് ദ ജീനോടൈപ്പ് ഓഫ് ഡൊമിനൻ്റ് ഫീനോടൈപ്പ്. ഈ ആൾ, ഇങ്ങനെ കിട്ടിയ ആൾ ടോൾ ആയിരിക്കില്ലേ? അപ്പോൾ ഇയാൾ ടോളാണോ അല്ലെങ്കിൽ ഡ്വാർഫാണോ, ഇയാളുടെ ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ക്രോസ് ചെയ്ത് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇതിനെ ബാക്കോട്ട് ക്രോസ് ചെയ്യും, ഇതിനെ ഇതുമായിട്ട് ക്രോസ് ചെയ്യും, റെസസീവ് പെയറിനുമായിട്ട് ക്രോസ് ചെയ്യും. അങ്ങനെ F1നെ റെസസീവ് പെയറിനുമായിട്ട് ക്രോസ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാ ടെസ്റ്റ് ക്രോസ്. F1നെ ഡൊമിനൻ്റ് പേരുമായിട്ട് ക്രോസ് ചെയ്യാം, പക്ഷെ അത് ടെസ്റ്റ് ക്രോസ് അല്ല. ഇതിനെ ഇതുമായിട്ടോ ക്രോസ് ചെയ്താൽ അതിനെ ബാക്ക് ക്രോസ് എന്ന് വിളിക്കും. So what is back cross? Cross between F1 with dominant parent, F1 with recessive parent. Both are called back cross. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന F1 with dwarf ആണ്.
റെസസീവ് പാരൻ്റ് ആണ്, അതിന് ടെസ്റ്റ് ക്രോസ് പറയും. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. F1 with any one of the parent is back cross. F1 with recessive parent is called test cross. ഇതൊന്ന് ചെയ്ത് നോക്കി. ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു സ്മോൾ ടി സ്മോൾ ടി. ഇയാൾ ഡോമിനൻ്റ് ആയിട്ടുള്ള F1ഉം ഇയാൾ റെസസീവ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗമീറ്റ് നോക്കാം. ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇവിടെ സ്മോൾ ടി കമ്പൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ. സോ ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ടി. ഇത് ടോൾ ആയിരിക്കും, ഇത് ഡ്വാർഫ് ആയിരിക്കും. നമുക്ക് കിട്ടിയ റേഷ്യോ 1:1 ആയിരിക്കും. 1:1. അപ്പോൾ ടെസ്റ്റ് ക്രോസ് ചെക്കിംഗ് ദ ജീനോടൈപ്പ് ഓഫ് ഡൊമിനൻ്റ് ഫീനോടൈപ്പ്. ആ ഡൊമിനൻ്റ് ഫീനോടൈപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് ചെയ്യുക. തീർച്ചയായിട്ടും 1:1 കിട്ടിയാൽ ഇയാൾ ഡൊമിനൻ്റ് ആണ്. സപ്പോസ് ഇയാൾ റെസസീവ് ആണെങ്കിലോ, സ്മോൾ ടി ആണെങ്കിൽ നിങ്ങൾ മനസ്സിൽ കൂട്ടിയാൽ മതി. ഇത് സ്മോൾ ടി ആണെങ്കിൽ ഈ റേഷ്യോ കിട്ടില്ലല്ലോ. ഇയാൾ ഡൊമിനൻ്റ് ആയതുകൊണ്ടല്ലേ ഇത് കിട്ടിയത്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് ശരിയല്ലേ? ബാക്ക് ക്രോസിങ് F1 വിത്ത് എനി വൺ ഓഫ് ഇറ്റ്സ് പേരൻറ്റ്. ഇതുമായിട്ട് ക്രോസ് ചെയ്താലും നമ്മൾ ബാക്ക് ക്രോസ് പറയും. ഇതും ശരിയാണ്. ഡൈ ഹൈബ്രിഡ് ക്രോസ് സ്റ്റഡി ഓഫ് 3 ക്യാരക്ടേഴ്സ് ആൻഡ് ഇറ്റ്സ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്. തെറ്റ. സ്റ്റഡി ഓഫ് 2 ക്യാരക്ടേഴ്സ്. ഡൈ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം 2 ക്യാരക്ടേഴ്സ് ആൻഡ് ഇറ്റ്സ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്. സോ ഹിയർ ദ ആൻസർ ഷുഡ് ബി, നമുക്ക് കിട്ടേണ്ട ആൻസർ ഇതാണ്. 4 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് റെപ്രസെൻറ്റ്സ് എ ടെസ്റ്റ് ക്രോസ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളിങ്ങനെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു സ്മോൾ ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ എ സ്മോൾ എ ഇൻറ്റു സ്മോൾ എ. ഇവിടെ അതുപോലെ ഒരു ടെസ്റ്റ് ക്രോസ് ഒന്ന് കണ്ടുപിടിച്ചേ. ക്യാപിറ്റൽ W സ്മോൾ w ഇൻറ്റു സ്മോൾ w. സോ ദ ആൻസർ ഷുഡ് ബി 3. ഇതായിരിക്കും ആൻസർ. അടുത്തത്, ദ ക്യാരക്ടേഴ്സ് വിച്ച് അപ്പിയർ ഇൻ ദ ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ ആർ കോൾഡ്. ആദ്യത്തെ ജനറേഷനിൽ അപ്പിയർ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ എന്ത് വിളിക്കും? റെസസീവ് ക്യാരക്ടർ, ഡൊമിനൻ്റ് ക്യാരക്ടർ, ഹോളൻഡ്രിക് ക്യാരക്ടർ, ലീഥൽ ക്യാരക്ടർ. ഇപ്പോൾ നമ്മളൊരു ക്രോസ് ചെയ്തു, നേരത്തെ പറഞ്ഞ അതേ തന്നെ എടുക്കാം. ടോൾ, ഡ്വാർഫ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി കമ്പൈൻ ചെയ്തു, F1 കിട്ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇത് ആരാന്ന് ചോദിച്ചാൽ ഇത് ടോൾ ആയിരിക്കും, ബിക്കോസ് ഓഫ് ദി ലോ ഓഫ് ഡൊമിനൻസ് അല്ലേ. അപ്പോൾ ദ ക്യാരക്ടേഴ്സ് വിച്ച് അപ്പിയർ ഇൻ ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ ആർ കോൾഡ് ഡൊമിനൻ്റ് ക്യാരക്ടർ. ദിസ് ഷുഡ് ബി ദ ആൻസർ. 2 ഈസ് ദ ആൻസർ. 34 2 ഈസ് ദ ആൻസർ. അവിടെ ഒരു ചോദ്യം കൂടി ഉണ്ട്. ചിലപ്പോൾ ഈ ഒരു വേർഡ് കേട്ടിട്ടുണ്ടാവില്ല. ഹോളൻഡ്രിക് ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ ദ ക്യാരക്ടേഴ്സ് വിച്ച് ആർ ഫൗണ്ട് ഇൻ Y ക്രോമസോം. അത് ഓർത്ത് വെച്ചോ. Y ക്രോമസോമിലൂടെ ലഭിക്കുന്ന ക്യാരക്ടറാണ്. നമ്മുടെ ജീനൊക്കെ ഇരിക്കുന്ന ക്രോമസോമിലാണ്. അപ്പോൾ ചില ജീൻസ് ഇരിക്കുന്ന Y ക്രോമസോമിലാണ്. സോ ദോസ് ക്യാരക്ടേഴ്സ് വിച്ച് ആർ സിറ്റുവേറ്റഡ് ഇൻ Y ക്രോമസോം ആർ കോൾഡ് ഹോളൻഡ്രിക്. ഇത് ആണുങ്ങൾക്ക് മാത്രമേ കാണുകയുള്ളൂ. മെയിൽസ് ഒള്ളി, ആണുങ്ങളിൽ മാത്രം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഹെയറി ഇയർ ലോബ്, ഹെയർ ഓൺ ഇയർ ലോബ്. ചില ആണുങ്ങളുടെ ഈ ചെവിയിൽ രോമം കണ്ടിട്ടില്ലേ? അത് പെണ്ണുങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? ഇല്ല, അത് ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അത് Y ക്രോമസോമിലുള്ള ക്യാരക്ടർ ആയിരിക്കും, ആണുങ്ങളിൽ മാത്രമേ കാണുകയുള്ളൂ. ലീത്തൽ ജീൻസ് പറഞ്ഞാൽ ഡേഞ്ചറസ് ജീൻസാണ്. അത് ചില ആനിമൽസിലുണ്ട്. ആ ജീൻ ഉണ്ടെങ്കിൽ ആ ആനിമൽ ചത്തു. അപ്പോൾ കൊല്ലാനുള്ള ജീനാണ് ലീതൽ ജീൻ. അവർ ജനിക്കുമ്പോഴേ അങ്ങനെയാണ്. ആ ലീതൽ ജീൻ കൊണ്ടാണ് ജനിക്കുന്നതെങ്കിൽ ബൈ ബർത്ത് അവർ ചത്തു. ഓക്കെ, അത് വിട്ടേക്കുക. ഇവിടെ ആൻസർ 2 ആണ്. അടുത്ത, മെൻഡൽ ഡിഡ് ഹിസ് എക്സ്പെരിമെൻറ്റ്സ് ഓൺ ലതൈറസ് ഓഡോറാറ്റസ്, ഫസിയോളസ് റേഡിയറ്റസ്, മെറാബിലിസ് ജാലപ്പ, പൈസം സറ്റേവം. നിങ്ങൾക്കെല്ലാം അറിയാം മെൻഡൽ എക്സ്പെരിമെൻ്റ് ചെയ്ത് പൈസം സറ്റേവത്തിലാണ്. ബാക്കിയൊന്നും നോക്കണ്ട. അടുത്ത ചോദ്യം, ദ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി ഈസ്. നമ്മുടെ ഹെറിഡിറ്റിയുടെ യൂണിറ്റ് ക്രോമസോം, DNA, RNA, ജീൻ. വേണമെങ്കിൽ നമുക്ക് DNA പറയാം, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആൻസർ എന്ന് പറയുന്നത് ജീനായിരിക്കും. ജീനാണ്. ജീൻ എന്ന് പറഞ്ഞാൽ DNA ഒരു പാർട്ടാണ്, പക്ഷെ മോർ കറക്റ്റ് ആൻസർ ഈസ് ജീൻ. അടുത്ത ക്വസ്റ്റ്യൻ, CUU, CUC, CUA, CUG ആർ ദി കൊഡോൺസ് ഓഫ്. നമ്മൾ കൊഡോൺസ് പഠിക്കുന്നുണ്ട്, ജനറ്റിക് കോഡ് പഠിക്കുന്നുണ്ട്. ജനറ്റിക് കോഡ്, ഈ ജനറ്റിക് കോഡ് ഉണ്ടാക്കിയിരിക്കുന്ന 64 കൊഡോൺസ് കൊണ്ടാണ്. 64 കൊഡോൺസ്. അതിൽ 3 ഔട്ട് ഓഫ് ദിസ്
3 are stop codons. സ്റ്റോപ്പ് കോഡോൺസ്. അത് ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യില്ല. ആ ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യാത്ത 3 ഉണ്ട്. അത് UAA, UGA, UAG, ഈ 3 പേരാ. ഉവ, ഉഗ, ഉവാഗ്. ഉവ, ഉഗ, ഉവാഗ്, ഈ 3 സ്റ്റോപ്പ് കോഡോണ്. ആ 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഫങ്ഷണൽ കോഡോൺസ് 61 ആണ്. 61 ഫങ്ഷണൽ കോഡോൺസ് ഉണ്ട്. ഓക്കെ, ഒരു കോഡോൺ 1 കോഡോൺ റെപ്രസെൻറ്റ് 1 അമിനോ ആസിഡ്. ഒരു കോഡോൺ ഒരു അമിനോ ആസിഡ് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന കോഡോൺസ് CUU, CUC, CUA, CUG. ഇയാൾ ലൂസീനെ റെപ്രസെൻറ്റ് ചെയ്യുക, ഇയാളും ലൂസീനെ റെപ്രസെൻറ്റ് ചെയ്യുക, ഇയാളും ലൂസീനെ റെപ്രസെൻറ്റ് ചെയ്യുക, ഇയാൾ ലൂസീനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ആൻസർ ലൂസീനാണ്. അപ്പോൾ ഇവിടെ ഉള്ള കുട്ടികൾക്ക് ഒരു സംശയം വരും. 1 കോഡോൺ റെപ്രസെൻറ്റ് 1 അമിനോ ആസിഡ്, നോൺ ആംബിഗസ് എന്ന് പറയും, പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ CUU ഒരാളെ റെപ്രസെൻറ്റ് ചെയ്തുള്ളൂ, CUC ഒരാളെ റെപ്രസെൻറ്റ് ചെയ്തുള്ളൂ, CUA ഒരാളെ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്തുള്ളൂ, CUG ഒരാളെ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്തുള്ളൂ. പക്ഷേ ഒരു അമിനോ ആസിഡിനെ പല കോഡോൺസ് റെപ്രസെൻറ്റ് ചെയ്തില്ലേ? 1 codon represents 1 amino acid only, but 1 amino acid can be represented by many codons. ഇത്തരം കോഡോൺസ് നമ്മളൊരു പേര് പറയും, ഡീജനറേറ്റീവ് കോഡോൺസ് എന്ന് പറയും. ഡീജനറേറ്റീവ് കോഡോൺസ്, ഡിഫറൻറ്റ് കോഡോൺസ് റെപ്രസെൻറ്റിംഗ് 1 amino acid. They are called degenerative. മക്കളെ തെറ്റിപ്പോരുത്. 1 codon represents 1 amino acid. CUU ലൂസിനെ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്തുള്ളൂ, CUC ലൂസിനെ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്തുള്ളൂ, വേറെ ആരെ റെപ്രസെൻറ്റ് ചെയ്തില്ല. പക്ഷേ ഒരു അമിനോ ആസിഡിനെ പലരും റെപ്രസെൻറ്റ് ചെയ്തു. അത്തരം കോഡോൺസിനെ വിളിക്കുന്ന പേരാണ് ഡീജനറേറ്റീവ് കോഡോൺസ്. ഇവിടെ ആൻസർ 2 ആണ്, ലൂസീനാണ്. ഇവന്മാരെല്ലാവരും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലൂസീനെയാണ്. സോ ആൻസർ ലൂസീൻ. അടുത്ത ചോദ്യം 38. റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് എംപ്ലോയ്ഡ് ഇൻ ബ്ലെൻഡർ എക്സ്പെരിമെൻറ്റ്. നമ്മൾ ബ്ലെൻഡർ എക്സ്പെരിമെൻറ്റിന് വിളിക്കുന്ന പേര് ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയും. 2 പേര് ചെയ്ത എക്സ്പെരിമെൻ്റാണ്. ഇവിടെ അവർ യൂസ് ചെയ്ത ബാക്ടീരിയോഫേജിനെയാണ്. ബാക്ടീരിയോഫേജ്, ഈ ബാക്ടീരിയോഫേജ് വെച്ചിട്ട് ചെയ്ത എക്സ്പെരിമെൻ്റാണ്. ബാക്ടീരിയോഫേജിൻ്റെ പ്രത്യേകത, അതൊരു പ്രോട്ടീൻ കോട്ടുണ്ട്, അതിൻ്റെ ഉള്ളൊരു DNA ഉണ്ട്. ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ തെളിയിക്കാൻ പോയത് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ തെളിയിക്കാൻ വേണ്ടി ചെയ്ത എക്സ്പെരിമെൻ്റാണ്. DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ, അത് തെളിയിക്കാനുള്ള എക്സ്പെരിമെൻ്റാണ് ഈ ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റ്. അതിൽ ഈ പ്രോട്ടീൻ റേഡിയോ ആക്റ്റീവ് ആക്കാൻ അവരൊരു എലമെൻറ്റ് യൂസ് ചെയ്തു, S35. DNA റേഡിയോ ആക്റ്റീവ് ആക്കാൻ ഒരു എലമെൻറ്റ് യൂസ് ചെയ്തു. ഞാൻ വേറെ മാറ്റി വരയ്ക്കാം. ഒരു ബാക്ടീരിയോഫേജിൽ S35 വെച്ച് പ്രോട്ടീൻ റേഡിയോ ആക്റ്റീവ് ആക്കി. ഈ ചുറ്റും കാണുന്ന പ്രോട്ടീൻ മറ്റൊരു ബാക്ടീരിയോഫേജിൽ, ഇതൊരു ബാക്ടീരിയോഫേജാണ്, DNA റേഡിയോ ആക്റ്റീവ് ആക്കി. DNA അതിന് P32 എലമെൻറ്റ് യൂസ് ചെയ്തു DNA റേഡിയോ ആക്റ്റീവ് ആക്കാൻ. എന്നിട്ട് ഈ 2 ഫേജ് വെച്ചിട്ട് ചെയ്ത എക്സ്പെരിമെൻ്റാണ് ബ്ലെൻഡർ എക്സ്പെരിമെൻറ്റ്. ആ എക്സ്പെരിമെൻറ്റിൽ അവർ തെളിയിച്ചത് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ തെളിയിച്ചു. ആ എക്സ്പെരിമെൻറ്റ് NCERT-ലുണ്ട്, അത് വായിക്കണം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ബ്ലെൻഡർ എക്സ്പെരിമെൻറ്റ് ഈസ് ഓൾസോ കോൾഡ് ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റ്. ഹിയർ ദ യൂസ്ഡ് ബാക്ടീരിയോഫേജ്. 1 bacteriophage with radioactive protein. Here they used S35. 1 bacterium with radioactive DNA. Here they used P32. 2 phage എടുത്തു. ഒന്നിൻ്റെ പ്രോട്ടീൻ റേഡിയോ ആക്റ്റീവ് ആക്കി S35 വെച്ചിട്ട്, ഒന്നിൻ്റെ DNA റേഡിയോ ആക്റ്റീവ് ആക്കി P32 വെച്ചിട്ട്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ആൻസർ ഏത് വരും? P32 ആൻഡ് S35. ഇതാണ് ആൻസർ. ഓക്കെ അല്ലേ? ഇനി അടുത്ത സംഭവം, നെക്സ്റ്റ്. Sigma factor is a component of DNA ligase, DNA polymerase, RNA polymerase, dissociation factor. ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ DNA-യിൽ നിന്ന് RNA ഉണ്ടാകുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. പഠിച്ചിട്ടുണ്ടോ? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കും. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് RNA. വെറും RNA അല്ല, mRNA. കേട്ടുണ്ടോ? mRNA നമ്മൾ പഠിച്ച mRNA ആണ്. അപ്പോൾ ഫ്രം DNA ടു mRNA, DNA നിന്ന് mRNA ഉണ്ടാകുന്ന പ്രോസസ്സിൻ്റെ പേരാണ്
ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. ഇത് ചെയ്യാൻ ഒരു എൻസൈം ഉണ്ട്, ഈ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാൻ. ആ എൻസൈമാണ് RNA പോളിമറൈസ്. ഓക്കെ, അപ്പോൾ DNA നിന്ന് mRNA ഉണ്ടാകണമെങ്കിൽ ഈ എൻസൈം വേണം, RNA പോളിമറൈസ് വേണം. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ. ഈ RNA പോളിമറൈസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടറാണ് സിഗ്മ ഫാക്ടർ. ഈ സിഗ്മ ഫാക്ടർ ഇല്ലെങ്കിൽ ഈ എൻസൈം ആക്റ്റീവ് ആകില്ല, ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല. സോ ഫോർ ദി സ്റ്റാർട്ടിംഗ് ഓഫ് ദി ട്രാൻസ്ക്രിപ്ഷൻ RNA പോളിമറൈസ് നീഡ്സ് സിഗ്മ ഫാക്ടർ. അതുപോലെ ട്രാൻസ്ക്രിപ്ഷൻ എൻഡ് ചെയ്യണമെങ്കിൽ, അത് അവസാനിക്കണമെങ്കിൽ ഒരു ഫാക്ടർ വേണം, റോ ഫാക്ടർ എന്ന് പറയും. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങാനുള്ള ഫാക്ടർ ഏത്? RNA പോളിമറൈസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആരാ? സിഗ്മ ഫാക്ടർ. RNA പോളിമറൈസിനെ ഡീആക്ടിവേറ്റ് ചെയ്യുന്ന ആരാ? റോ ഫാക്ടർ. അപ്പോൾ തുടക്കത്തിൽ സിഗ്മ ഫാക്ടറും ഒടുക്കത്തിൽ റോ ഫാക്ടറും. ക്ലിയർ ആയോ? സോ ഇവിടെ ആൻസർ RNA പോളിമറൈസ്. തേർഡ് ഓപ്ഷൻ ഈസ് എ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 40ാമത്തെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് വെക്ടേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്? HGP എന്ന് പറയും 40ാമത്തെ ചോദ്യം. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ ഉപയോഗിച്ച വെക്ടറുകൾ ഏതൊക്കെയാണ്? ബാക്ടീരിയോഫേജ് ആൻഡ് പ്ലാസ്മിഡ്, ബാക്ക് ആൻഡ് യാക്ക്. ബാക്കിൻ്റെ ഫുൾ നെയിം ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. മറ്റതിൻ്റെ പേര് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. ഈ രണ്ട് വെക്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ് പ്രോജക്റ്റ് ചെയ്തത്. അപ്പോൾ ആൻസർ 2 ആണ്. 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഇതിൻ്റെ പ്രൊസീജിയറൊന്നും നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൽ ഉപയോഗിച്ച വെക്ടറുകൾ ഏതൊക്കെയാണ്? ബാക്കും യാക്കും മുഴുവൻ പേര് അറിഞ്ഞിരിക്കണം. ബാക്ക് ഈസ് എ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം, ഈസ്റ്റ് ഈസ് എ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. 41ാമത്തെ ചോദ്യം. യൂറിഡിൻ ആൻഡ് തൈമിഡിൻ ബോത്ത് ഹാവ് എ സിമിലാരിറ്റി. യൂറിഡിൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയോസൈഡാണ്. തൈമിഡിനും ഒരു ന്യൂക്ലിയോസൈഡാണ്. ഇവർ തമ്മിലെ വ്യത്യാസം പറഞ്ഞുതരാം. ഇവിടെ യുറാസിൽ പ്ലസ് ബേസ്, നൈട്രജൻ ബേസ്. ഒരു ബേസ്, 1 മിനിറ്റ്. എപ്പൻറ്റോസ് ഷുഗർ പ്ലസ് ബേസ്. എപ്പൻറ്റോസ് ഷുഗർ പ്ലസ് ബേസ്, നൈട്രജൻ ബേസ്. എൻ ബേസ് ഇട്ടേക്കാം. പെൻറ്റോസ് ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ് ആണ് ന്യൂക്ലിയോസൈഡ്. പെൻറ്റോസ് ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ് മറക്കരുത്, അതാണ് നൈട്രജൻ ബേസ്. യൂറിഡിൻ ഒരു ന്യൂക്ലിയോസൈഡാണ്. യൂറിഡിൻ ഈസ് എ ന്യൂക്ലിയോസൈഡ്. തൈമിഡിൻ ഈസ് എ ന്യൂക്ലിയോസൈഡ്. എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയണം. യൂറിഡിൻ ഒരു പെൻറ്റോസ് ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ് ആണ്. തൈമിഡിൻ ഒരു പെൻറ്റോസ് ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ് ആണ്. ഇവിടെ യൂറിഡിൻ്റെ നൈട്രോ ബേസ് ഏതാ? നൈട്രജൻ ബേസ് ഏതാ? യൂറിഡിന് യുറാസിലായിരിക്കും. തൈമിഡിലെ നൈട്രജൻ ബേസ് ഏതാ? തൈമിനായിരിക്കും. തൈമിനാണ്. ഓക്കെ, റെഡി? ഇനി ഒരു വ്യത്യാസം പറഞ്ഞുതരാം. യുറാസിലിൻ്റെ കൂടെ വരുന്ന ഷുഗർ പെൻറ്റോസ് ഷുഗർ. യുറാസിൽ പ്ലസ് പെൻറ്റോസ് ഷുഗർ റൈബോസ് ആയിരിക്കും. യുറാസിലുള്ളത് RNA-ലല്ലേ? RNA-യുടെ ഷുഗർ റൈബോസ് ഷുഗർ അല്ലേ? തൈമിൻ്റെ കൂടെ വരുന്ന ഷുഗർ ഡിയോക്സി റൈബോസ് ആയിരിക്കും. So thymine comes along with the deoxyribose. Uracil comes along with the ribose. അപ്പോൾ എൻ്റെ ചോദ്യം, യുറിഡിനും തൈമിഡിനും ന്യൂക്ലിയോസൈഡാണ്. അതിലെ ഷുഗർ സെയിം ആണോ? അല്ല. യൂറിഡിൻ്റെ ഷുഗർ റൈബോസും തൈമിഡിൻ്റെ ഷുഗർ ഡിയോക്സിറൈബോസുമാണ്. മക്കൾ ശ്രദ്ധിക്കണം, ഞാൻ ഒന്നുകൂടെ പറയാം. യൂറിഡിൻ ഒരു ന്യൂക്ലിയോസൈഡാണ്, തൈമിഡിൻ ഒരു ന്യൂക്ലിയോസൈഡാണ്. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ പെൻറ്റോസ് ഷുഗർ പ്ലസ് ബേസ് ആണ്. ഓക്കെ അല്ലേ? യൂറിഡിനിലെ പെൻറ്റോസ് ഷുഗർ റൈബോസ് ആണ്. തൈമിഡിലെ പെൻറ്റോസ് ഷുഗർ ഡിയോക്സിറൈബോസ് ആണ്. നമ്പർ ഓഫ് ഫോസ്ഫേറ്റ്
പിന്നെ എൻ ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ്. എൻ ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ബേസും പ്ലസ് ഷുഗറും തമ്മിലുള്ള ബോണ്ടായിരിക്കും. ഇവർ തമ്മിലുള്ള ബോണ്ടിൻ്റെ പേരാ എൻ ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇത് ഇത്തിരി ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, കേട്ടിട്ട് പറഞ്ഞാൽ മതി. യൂറിഡിൻ ഒരു ന്യൂക്ലിയോസൈഡാണ്. തൈമിഡിൻ ഈസ് ഓൾസോ എ ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ പെൻറ്റോസ് ഷുഗർ പ്ലസ് ബേസ് ആണ്. യൂറിഡിൻ എന്ന് പറഞ്ഞാൽ യുറാസിൽ പ്ലസ് റൈബോസ്, ആ ഷുഗർ വ്യത്യാസമുണ്ട്. തൈമിഡിൻ എന്ന് പറഞ്ഞാൽ തൈമിൻ പ്ലസ് ഡിയോക്സി റൈബോസ്, ഷുഗർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഷുഗർ വ്യത്യാസമുണ്ട്. ഫോസ്ഫേറ്റ് രണ്ടിലും ഇല്ല, ഹൈഡ്രജൻ ബോണ്ടും രണ്ടിലും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞു നൈട്രജൻ ബേസും ഷുഗറും തമ്മിലുള്ള ബോണ്ട്, നൈട്രജൻ ബേസും ഷുഗറും തമ്മിലുള്ള ബോണ്ട് എൻ ഗ്ലൈക്കോസൈഡിക് ബോണ്ടാണ്. അത് 2 പേർക്കും ഉണ്ട്. സോ ആൻസർ ഷുഡ് ബി 4. ഇതാണ് ആൻസർ, 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മോസ്റ്റ് റിയാക്റ്റീവ് നൈട്രജൻ ബേസീസ്. ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ള നൈട്രജൻ ബേസ്, അൺസ്റ്റേബിൾ നൈട്രജൻ ബേസ് യുറാസിലാണ്. യുറാസിലുള്ളത് RNAയിലാണ്. ഓക്കെ, RNAയിൽ എന്തൊക്കെയുണ്ട്? അഡിനിനുണ്ട്, ഗ്വാനിനുണ്ട്, യുറാസിലുണ്ട്, സൈറ്റോസിനുണ്ട്. മറിച്ച് യുറാസിൽ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വിളിക്കുന്ന പേര് 5-മീഥൈൽ യുറാസിൽ. മക്കളിത് ഓർത്തിരിക്കണം, 5-മീഥൈൽ യുറാസിൽ. ഈ 5-മീഥൈൽ യുറാസിൽ എന്ന് പറയുന്നത് യുറാസിൽ മോഡിഫൈ ചെയ്ത ഇതിൻ്റെ പേരാ തൈമിൻ. അപ്പോൾ ആരാ തൈമിൻ? 5-മീഥൈൽ യുറാസിൽ ഈസ് കോൾഡ് തൈമിൻ. അത് മോർ സ്റ്റേബിൾ ആണ്. തൈമിൻ ഈസ് മോർ സ്റ്റേബിൾ, യുറാസിൽ ഈസ് അൺസ്റ്റേബിൾ. അപ്പോൾ ആരാ റിയാക്ടിവിറ്റി കൂടിയത്? യുറാസിൽ. അൺസ്റ്റേബിൾ അല്ലേ? അൺസ്റ്റേബിൾ ആണ്, റിയാക്ടിവിറ്റി കൂടും. തൈമിൻ സ്റ്റേബിൾ ആണ്. തൈമിൻ ഈസ് പ്രസൻറ്റ് ഇൻ DNA. DNAയിലാണ് ഉള്ളത്. തൈമിൻ പ്രസൻറ്റ് ഇൻ DNA. DNAയിലെ ബേസസ് ഒന്ന് പറഞ്ഞ്, അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. കണ്ടോ വ്യത്യാസം? കണ്ടോ? അപ്പോൾ RNAയിൽ യുറാസിലുണ്ട്, DNAയിൽ തൈമിൻ ഉണ്ട്. യുറാസിൽ ഈസ് അൺസ്റ്റേബിൾ, തൈമിൻ ഈസ് സ്റ്റേബിൾ. ആരാ തൈമിൻ? 5-മീഥൈൽ യുറാസിൽ. യുറാസിൽ മോഡിഫൈ ചെയ്താണ്. സോ ഇവിടെ ആൻസർ 3 ആണ്. 3 ഈസ് ദ റൈറ്റ് ആൻസർ. മോസ്റ്റ് റിയാക്റ്റീവ് നൈട്രജൻ ബേസ്. ഇതേ ചോദ്യം ഇങ്ങനെ ചോദിക്കാം, മോസ്റ്റ് അൺസ്റ്റേബിൾ നൈട്രജൻ ബേസ്. അപ്പോഴും ആൻസർ യുറാസിലായിരിക്കും. Which among the following law explains the reason of getting purity of gamete? Law of dominance, law of segregation, law of independent assortment, both 1 and 2. ഇതിൽ നമുക്ക് ആൻസറിലേക്ക് വരാം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. വിച്ച് among the following law explain the reason for getting purity of gamete? നമ്മൾ ഒരു ഹെട്രോജീനസ് ഒരു ഹെട്രോസൈഗസ് പ്ലാന്റ് എടുക്കുക. ഇതൊരു ടോൾ ഹെട്രോസൈഗസ് പ്ലാന്റ് ആണ്. ടോളാണ്. ക്യാപിറ്റൽ T സ്മോൾ t അല്ലേ? ഇതിന് ഗമീറ്റ് ഉണ്ടാവുമ്പോൾ ഈ ക്യാപിറ്റൽ T ഒരു ഗമീറ്റിലേക്ക് പോകും, സ്മോൾ t ഒരു ഗമീറ്റിലേക്ക് പോകും. സ്മോൾ t ഒരു ഗമീറ്റിലേക്ക് പോകും എന്ന് വെച്ചാൽ ഈ 2 Tയും സെപ്പറേറ്റ് ചെയ്യും. അതിൻ്റെ പേരാ ലോ ഓഫ് സെഗ്രിഗേഷൻ. സെപ്പറേറ്റ് ചെയ്യും. ഒരിക്കലും ഈ ഗമീറ്റ് മിക്സ് ചെയ്യില്ല. എന്ന് വെച്ചാൽ ഗമീറ്റ് പ്യുവർ ആയിരിക്കും. സോ ദിസ് ലോ ഈസ് ഓൾസോ കോൾഡ്, ലോ ഓഫ് സെഗ്രിഗേഷൻ ഈസ് ഓൾസോ കോൾഡ് ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗമീറ്റ്സ്. ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗമീറ്റ്സ്. ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗമീറ്റ്സ് ഈസ് ഓൾസോ കോൾഡ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ക്ലിയർ ആയോ? അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. വിച്ച് among the following law explains the reason for getting purity of gamete? Law of segregation. പ്യൂരിറ്റി ഓഫ് ഗമീറ്റ് ആണ്. അവിടെ ഓരോ ഗമീറ്റും പ്യുവർ ആയിരിക്കും. സോ ആൻസർ ഷുഡ് ബി 2. 2 ആണ് ആൻസർ. രണ്ടാമത്തേതാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഗൈനക്കോമാസ്റ്റിയ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോളോയിങ് ജനറ്റിക് ഡിസോർഡർ. ഗൈനക്കോമാസ്റ്റിയ, ഇതാണ് ആ ചോദ്യം. ഗൈനക് എന്ന് വെച്ചാൽ പെണ്ണ്, ഫീമെയിൽ. ഗൈനക്കോളജി പഠിച്ചിട്ടുണ്ട്, ഗൈനീഷ്യം പഠിച്ചിട്ടുണ്ട്. ഫീമെയിൽ എന്നാണ്. മാസ്റ്റിയ എന്ന് പറഞ്ഞാൽ മസ്കുലർ എന്നാണ്, ആണ് എന്നാണ്. അപ്പോൾ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞാൽ ആണിൻ്റെ ക്യാരക്ടർ ഉണ്ടാകും, പെണ്ണിൻ്റെ ക്യാരക്ടർ ഉണ്ടാകും. 2 ക്യാരക്ടർ ഉണ്ടാവും. ആണിൻ്റെ പെണ്ണിൻ്റെ ക്യാരക്ടർ വരുന്നത് റോയൽ ഡിസീസ് ആണോ, ഡൗൺ സിൻഡ്രം ആണോ, ടേണേഴ്സ് സിൻഡ്രം ആണോ, ക്ലൈൻഫിൽട്ടേഴ്സ് സിൻഡ്രം ആണോ?
റോയൽ ഡിസീസ് എന്ന് പറയുന്നത് ഹീമോഫീലിയാണ്. അവിടെ സെക്സുമായിട്ട് ബന്ധമുണ്ട്, പക്ഷേ ആ ക്യാരക്ടറിനെ അഫക്റ്റ് ചെയ്യില്ല. കാരണം അതിൻ്റെ ജീൻ ഇരിക്കുന്ന എക്സ് ക്രോമസോമിലാണ് ജീൻ ഇരിക്കുന്നത്. പക്ഷെ അവിടെ സെക്സിനെ അത് ബാധിക്കില്ല. ആണിനും പെണ്ണിനും ഈ അസുഖം വരാം. ആണിൻ്റെ എക്സിൽ വരാം, പെണ്ണിൻ്റെ എക്സിൽ വരാം. ഡൗൺ സിൻഡ്രം എന്ന് പറയുന്നത് 21st ട്രൈസോമിയ, 21st ക്രോമസോമിനെ ബാധിക്കുക. അതിന് സെക്സുമായിട്ട് ബന്ധമില്ല. ടേണേഴ്സ് സിൻഡ്രം എന്ന് പറയുന്നത് 44 ഓട്ടോസോം പ്ലസ് XO ആണ്, X0 ആണ്. ഇതൊരു പെണ്ണായിരിക്കും, കാരണം Y ഇല്ലാത്തതുകൊണ്ട് പെണ്ണാണ്. ക്ലൈൻഫിൽട്ടർ സിൻഡ്രം എന്ന് പറയുന്നത് 44A പ്ലസ് XY ആണ്. മക്കൾ നോക്കിയേ, ഞാൻ ഈ Y മറച്ചു പിടിച്ചാൽ അതൊരു പെണ്ണല്ലേ? XX. ഒരു X മറച്ചു പിടിച്ചാൽ XY ആണല്ലേ? അപ്പോൾ ഇയാൾക്ക് എന്തൊക്കെ ക്യാരക്ടറുണ്ട്? മെയിലിൻ്റെ ക്യാരക്ടറുണ്ട്, ഫീമെയിലിൻ്റെ ക്യാരക്ടറുണ്ട്, 2 ക്യാരക്ടറുണ്ട്. സോ ആൻസർ ഷുഡ് ബി ക്ലൈൻഫിൽട്ടർ സിൻഡ്രം 3 ഈസ് ദ റൈറ്റ് ആൻസർ. 3 ആണ് ആൻസർ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. റോയൽ ഡിസീസ് ഈസ് ഹീമോഫീലിയ. അതിൻ്റെ ജീൻ ഇരിക്കുന്ന എക്സിലാണ്. സെക്സിനെ ബാധിക്കില്ല. ഇറ്റ് വിൽ നോട്ട് അഫക്റ്റ് സെക്സ്. ഡൗൺ സിൻഡ്രം 21st ക്രോമസോമിലാണ്. ഇറ്റ് വിൽ നോട്ട് അഫക്റ്റ് സെക്സ്. ടേണേഴ്സ് സിൻഡ്രം ഇറ്റ് ഈസ് എ ഫീമെയിൽ, ആണിനെ ബാധിക്കില്ല, ഫീമെയിലാണ്. അടുത്ത ക്ലൈൻഫിൽട്ടർ സിൻഡ്രം XXY ഉള്ളതുകൊണ്ട്, XS ഉള്ളതുകൊണ്ട് പെണ്ണും XY ഉള്ളതുകൊണ്ട് ആണുമാണ്. അപ്പോൾ ഇയാൾക്ക് ഗൈനക്കോമാസ്റ്റി ഉണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദ അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ഓഫ് ബ്രീഡിംഗ് ആൻഡ് റൈസിംഗ് ഓഫ് ലൈവ് സ്റ്റോക്ക് ഈസ് കോൾഡ്. നമ്മൾ ഈ ലൈവ് സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. ക്യാറ്റിൽസ്, ഹോഴ്സ്, ദെൻ ക്യാമൽ, ഇവർ, പിന്നെ പൗൾട്രി, കോഴി, ഡക്ക്, ഇതിനെല്ലാം വിളിക്കുന്ന ഫിഷസ്, എല്ലാത്തിനും കൂടെ വിളിക്കുന്ന പേര് ലൈവ് സ്റ്റോക്ക് എന്ന് വിളിക്കും. അപ്പം ലൈവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കർഷകർ പശുക്കളെയും ആടുകളെയും ഷീപ്പുകളെയും ക്യാമലിനെയും അതുപോലെ പിന്നെ കോഴികളെയും അങ്ങനെയുള്ള മീനുകളെയും എല്ലാത്തിനെയും വളർത്തി അതിനെ ബ്രീഡ് ചെയ്തെടുക്കുന്ന ആ ഒരു സയൻസിന് വിളിക്കുന്ന പേര് അനിമൽ ഹസ്ബൻഡറി എന്ന് പറയും. അനിമൽ ഹസ്ബൻഡറി. സോ ആൻസർ ഈസ് 2. IARI, ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, IARI. ഓക്കെ, ഇത് എവിടെയാണ് കാണപ്പെടുന്നതെന്ന്? ഇതൊന്നുമില്ല, ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി. പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഇല്ല. അടുത്തത്, ദ എബിലിറ്റി ഓഫ് എ പ്ലാന്റ് സെൽ ടു റീജനറേറ്റ് ഇൻ ടു കംപ്ലീറ്റ് പ്ലാന്റ് ഈസ് കോൾഡ്. ഒരു പ്ലാന്റ് സെല്ല് റീജനറേറ്റ് ചെയ്ത് കംപ്ലീറ്റ് പ്ലാന്റ് സെല്ലായിട്ട് മാറുന്നതിൻ്റെ പേരെന്താ? അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെടി ഈ ചെടി നമ്മൾ ഒരു സെല്ല് മാറ്റിയെടുക്കുന്നു, ഒരു സെല്ലിങ് എടുക്കുന്നു, 1 സെൽ. ഈ ഒരു സെല്ലെടുത്തിട്ട് ഒരു മീഡിയത്തിലിടുന്നു, അതിന് വളരാൻ പറ്റിയൊരു മീഡിയം. ആ മീഡിയത്തിൽ ഒരു സെല്ലിട്ടു, കണ്ടോ? ഇപ്പോൾ ഈ സെല്ല് എന്ത് ചെയ്യും? അതിന് പറ്റിയ മീഡിയ ആണെങ്കിൽ അതവിടെ കിടന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഇതുപോലൊരു ചെടി ഉണ്ടാവും. ഈ പ്രോപ്പർട്ടി പ്ലാന്റിലുണ്ട്. അതിനെ വിളിക്കുന്ന പേര് ടോട്ടിപൊട്ടൻസി. ഈ പവർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യുന്നത്. സോ ബിക്കോസ് ഓഫ് ദി ടോട്ടിപൊട്ടൻസി വി ക്യാൻ ഡു ടിഷ്യൂ കൾച്ചർ. പക്ഷേ ഈ പവർ അനിമൽസിൽ കുറവാണ്. ലോവർ അനിമൽസിലൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ സ്പോഞ്ച്, പ്ലനേറിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതേപോലെ സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് പുതിയൊരു അനിമലിനെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പറ്റത്തില്ല. നമ്മുടെ ബോഡിയിൽ ചില ഓർഗൻസൊക്കെ റീജനറേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ലിവറൊക്കെ ഉണ്ടാവും. ലിവർ പോയാൽ പുതിയ കരട് മുറിച്ച് കളഞ്ഞാൽ കുറച്ച് ബാക്കി വെച്ചാൽ മതി. ഇത്രയും വലിയൊരു ലിവറാണെങ്കിൽ കുറച്ച് മുറിച്ച് കളഞ്ഞാൽ ബാക്കി ഡെവലപ്പ് ചെയ്ത് വരും. സ്കിൻ, കുറച്ച് സ്കിൻ പോയാൽ പുതിയ സ്കിൻ വരും. പക്ഷെ നമ്മുടെ ഒരു സെല്ലെടുത്തൊരു മീഡിയത്തിലിട്ടാൽ നമ്മളെപ്പോലെ ഒരാൾ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമുക്ക് എന്തില്ല? ടോട്ടിപൊട്ടൻസി ഇല്ല. പക്ഷേ ലോവർ അനിമൽസിൽ അതുണ്ട്. സ്പോഞ്ചിലുണ്ട്, പ്ലനേറിയയിലുണ്ട്, ഹൈഡ്രയിലുണ്ട്. അവിടെ അതിന് വിളിക്കുന്ന പേര് പ്ലൂറിപൊട്ടൻസി എന്ന് വിളിക്കും. അപ്പോൾ അനിമലിൽ വിളിക്കുന്ന പേരാണ് പ്ലൂറിപൊട്ടൻസി, പ്ലാന്റിൽ വിളിക്കുന്ന പേരാണ് ടോട്ടിപൊട്ടൻസി. സോ ടോട്ടിപൊട്ടൻസി ഈസ് ഫൗണ്ട് ഇൻ പ്ലാന്റ്, ദ എബിലിറ്റി ഓഫ് പ്ലാന്റ് സെൽ ടു റീജനറേറ്റ്. സോ ആൻസർ ഈസ് ടോട്ടിപൊട്ടൻസി. രണ്ടും വരില്ല. ഇത് പ്ലാന്റിലും ഇത് അനിമലിലും ആയിരിക്കും. അടുത്ത ചോദ്യം, IR8 ഈസ് ഡെവലപ്ഡ് ഇൻ. IR8 എന്ന് പറഞ്ഞ അരി ഉണ്ടാക്കിയെടുത്തത് എവിടെയാണ്? ഫിലിപ്പീൻസിലാണ്.
ഫിലിപ്പീൻസിലാണ്. ഇത് NCERT പേജ് നമ്പർ 173 അവിടെ കൊടുത്തിട്ടുണ്ട്. 173 സ്ട്രാറ്റജീസ് ഓഫ് എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഡെവലപ്പ് ചെയ്ത ആരാന്ന് പറയുന്നുണ്ട്, ഇൻ്റർനാഷണൽ പറ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവരാണ്. അതിനൊന്ന് ഷോർട്ട് ചെയ്തേ, IRRI. ഇത് സ്ഥിതി ചെയ്യുന്ന ഫിലിപ്പീൻസിലാണ്. ഇവരാണ് IRIT എന്ന് പറഞ്ഞ സെമി ഡ്വാർഫ് പ്ലാന്റ് ഡെവലപ്പ് ചെയ്തെടുത്തത്. അടുത്തത് പുസ ശുഭ്ര എന്ന് പറയുന്ന വെറൈറ്റി എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ കാണിച്ചുതരാം, ക്വസ്റ്റ്യൻ കാണിച്ചുതരാം. പുസ ശുഭ്ര ഈസ് എ വെറൈറ്റി ഓഫ് ക്വാളിഫ്ലവർ. ഇത് നമ്മുടെ NCERT കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത 174 പേജിലാണ് കൊടുത്തിരിക്കുന്നത്. 174. അവിടെ ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിൾ പഠിക്കണം കേട്ടോ. ടേബിൾ പഠിക്കണം. അതിൻ്റെ പ്രത്യേകത അത് ബ്ലാക്ക് റോട്ട് ഡിസീസിനെ റെസിസ്റ്റ് ചെയ്യും. ബ്ലാക്ക് റൂട്ട് ഡിസീസ് ഈ കോളിഫ്ലവറിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ബ്ലാക്ക് റൂട്ട്. നിങ്ങൾ വീട്ടിലൊക്കെ കോളിഫ്ലവർ വാങ്ങുമ്പോൾ അതിൻ്റെ സർഫസ് ഇങ്ങനെ കറുത്ത നിറം വരത്തില്ലേ, അതാണ് ബ്ലാക്ക് റൂട്ട് ഡിസീസ്. അതില്ലാത്ത ഒരു പുതിയതരം കോളിഫ്ലവർ ഡെവലപ്പ് ചെയ്തെടുത്താണ് പുസ ശുഭ്ര. അപ്പോൾ ഇതിൻ്റെ പേര് പഠിക്കണം കേട്ടോ. അവർ ശ്രദ്ധിക്കുക. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 50th ക്വസ്റ്റ്യൻ, ദ മെത്തഡ് ഓഫ് പ്രൊഡ്യൂസിങ് തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ത്രൂ ടിഷ്യൂ കൾച്ചർ ഈസ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ചെടിയുടെ സെല്ലുകൾ എടുത്തിട്ട് കൾച്ചറൽ മീഡിയത്തിലിട്ടിട്ട്, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 10 സെല്ലെടുത്തു, 10 ബീക്കറിലിട്ടു, എന്നിട്ട് അതിനെ കൾച്ചർ ചെയ്തു. അങ്ങനെ കൾച്ചർ ചെയ്ത് ഒരുപാട് പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ പേരാ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയും. മൈക്രോ പ്രൊപ്പഗേഷൻ, ദ കൾച്ചറിങ് ഓഫ് ഓർ പ്രൊഡക്ഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് പ്ലാന്റ്സ് ബൈ ടിഷ്യൂ കൾച്ചർ. ഇറ്റ് ഈസ് കോൾഡ് മൈക്രോ പ്രൊപ്പഗേഷൻ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. 50 ചോദ്യങ്ങൾ. അതിൽ എനിക്ക് തന്ന ചോദ്യങ്ങൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓർഗാനിസം, സ്ട്രാറ്റജീസ്, ജനറ്റിക്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ബെസ്റ്റ് വിഷസ്. ഇതൊന്ന് ചെയ്ത് പഠിക്കുക. നമ്മുടെ പിന്നെ കോമൺ അണ്ടർ ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റ് CUET എന്ന് പറഞ്ഞ പരീക്ഷ വളരെ സിമ്പിളാണ്. നമ്മളൊന്ന് ശ്രമിച്ചാൽ നമുക്ക് നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ് അല്ല, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. നന്നായി ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഈ പ്രാവശ്യത്തെ CUET കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.